കഴിഞ്ഞ 10 വർഷം തുടർച്ചയായി കേരളത്തിൻ്റെ ഭരണസാരഥ്യം മറ്റാർക്കും ഇതുവരെയും പറ്റാത്ത രീതിയിൽ നിർവഹിക്കാനുള്ള അവസരം താങ്കൾക്ക് ലഭിച്ചു. താങ്കൾക്ക് എന്ന പോലെ തന്നെ ഇടതുപക്ഷ മുന്നണിക്കും ലഭിച്ചു. ഇടതുപക്ഷ മൂല്യങ്ങൾ, നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് തന്നെ കേരളത്തിന് ആവശ്യമുള്ള ഒട്ടേറെ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള ദൗത്യത്തോടു കൂടിയാണ് താങ്കൾ ഈ ഭരണം ഏറ്റെടുത്തത്. അത് കുറേയേറെ വളരെ വിജയകരമായി. ഈ 10 വർഷത്തെ വേണമെങ്കിൽ നമുക്ക് ഒരു നേട്ടങ്ങളുടെ വർഷങ്ങളെന്ന് വിശേഷിപ്പിക്കാം. തിരിഞ്ഞു നോക്കുമ്പോൾ ആദ്യത്തെ 5 വർഷം എടുത്ത പദ്ധതികളെല്ലാം ഏകദേശം പൂർത്തീകരിച്ചു. അതിനുശേഷം കഴിഞ്ഞ 5 വർഷത്തെ കേരളത്തിൻ്റെ ഭരണ പെർഫോമൻസിനെ പറ്റി താങ്കൾ തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെ വിലയിരുത്തും? മൊത്തമായി പറഞ്ഞാൽ ഈ 10 വർഷക്കാലത്തെ അനുഭവം അങ്ങേയറ്റം ആവേശകരമായി ഒന്നാണ്. ഒരു മുന്നണി LDF എപ്പോഴും നാടിനോട് പ്രതിബദ്ധതയുള്ളൊരു മുന്നണിയാണ് എന്ന് എല്ലാവർക്കും അറിയാം. കേരളം ഒട്ടേറെ പ്രത്യേകതകൾ നേടിയ ഒരു സംസ്ഥാനമാണ്. പല കാര്യങ്ങളിലും നമുക്ക് മുന്നിട്ട് നിൽക്കാൻ കഴിഞ്ഞു. പക്ഷേ 2016 കേരളം എത്തി നിന്നൊരവസ്ഥയുണ്ട്. എല്ലാ ഭാഗത്തും നിരാശയായിരുന്നു. സർവമേഖലയും തകർന്നു കിടക്കുകയായിരുന്നു. ഇതിൻ്റെ ഏറ്റവും വലിയ ദുരന്തം ഇനി ഈ നാട് മുന്നോട്ട് പോകില്ല എന്ന ഉറച്ച വിശ്വാസത്തിൽ ഭൂരിഭാഗം ആളും എത്തി എന്നുള്ളതാണ്. കാരണം അവരുടെ അനുഭവമാണ് അങ്ങനെ എത്തിച്ചത്. ഇപ്പം നാടിൻ്റെ പുരോഗതിക്ക് ആവശ്യമായ ഒരു നടപടിയും സ്വീകരിക്കാതെ വന്നു. നാടിൻ്റെ വികസനത്തിന് വേണ്ട പദ്ധതികൾ നടപ്പാക്കാൻ തയ്യാറാകാതെ വന്നു. ഒരു ഗവൺമെൻറ് എന്ന നിലക്ക് മുൻകൈയെടുത്ത് നടപ്പാക്കേണ്ട കാര്യങ്ങൾ ഒന്നും ചെയ്യാതെ വന്നു. ഇങ്ങനെ വന്നപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ LDF ജനങ്ങളുടെ മുന്നിൽ വെച്ചു ഇതിന് ഓരോന്നിനും പരിഹാരം കാണുമെന്ന്. അതിൽ സന്തോഷകരമായ ഒട്ടേറെ അനുഭവങ്ങളുണ്ട്. അന്നത്തെ കാലം നമ്മുടെ കേരളത്തിൻ്റെ കേരളം വലിയ വിദ്യാഭ്യാസ സമ്പന്നരും നല്ല സംസ്കാര സമ്പന്നരും ഒക്കെ ആളുകളാണ്. പക്ഷെ മാലിന്യ കാര്യങ്ങളിൽ വളരെ പുറകോട്ടായിരുന്നു. അന്നൊരു സംസ്കാരം തന്നെ അവരവരുടെ വീട്ടിലുള്ള മാലിന്യം നല്ലൊരു ബാഗിൽ കെട്ടി വഴിക്ക് എവിടെയെങ്കിലും എറിയുക, ആരാൻ്റെ പറമ്പിൽ എറിയുക, ഇങ്ങനെയൊരു സംസ്കാരം തന്നെ വന്നിരുന്നു. പിന്നെ വഴിനീളെ മാലിന്യ കൂമ്പാരങ്ങൾ കാണായിരുന്നു. ഇതും ഒരു പൊരുത്തപ്പെട്ടു പോകുന്ന അവസ്ഥയായിരുന്നു. അതിലെങ്ങനെ മാറ്റം വരുത്താം എന്നതിനെക്കുറിച്ച് ആലോചിച്ചു. ആ ആലോചനയുടെ ഭാഗമായിട്ടാണ് ഹരിത കേരള മിഷൻ എന്നൊരു മിഷൻ പ്രവർത്തനം ആരംഭിച്ചത്. അതായത് ഒരു നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി 4 മിഷൻ, അതിലേറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു ഹരിത കേരള മിഷൻ. അതിൻ്റെ ഭാഗമായി ജനങ്ങളെ ബോധവൽക്കരിക്കലുണ്ട്. ആളുകൾ ഇറങ്ങി ഈ മാലിന്യ നിർമ്മാർജ്ജന പരിപാടികൾ നടപ്പാക്കിയിട്ടുണ്ട്. ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഇപ്പം തിരിഞ്ഞു നോക്കിയാൽ നല്ല പുരോഗതി ആ കാര്യത്തിലുണ്ടായി. നാട് മാലിന്യ കാര്യത്തിൽ വലിയ നിർമ്മാർജ്ജന രീതിയിൽ മുന്നോട്ട് പോകാനായി. എവിടെ നോക്കിയാലും പഴയ പോലെ മാലിന്യ കൂമ്പാരം കാണാനാവില്ല. പിന്നെ മറ്റേ സംസ്കാരത്തിനും ഈ വലിച്ചെറിയൽ സംസ്കാരത്തിനും വലിയ മാറ്റം. മാത്രമല്ല, ഇവിടെ കേരളത്തിൽ ചില നദികൾ പൂർണ്ണമായിട്ട് നശിപ്പിക്കപ്പെട്ടിരുന്നു. അത് വീണ്ടെടുത്തു. വരട്ടാർ പോലുള്ള നദികളൊക്കെ വീണ്ടെടുത്തത് കേരളത്തിൻ്റെ ഒരു ഉത്സവമായിട്ട് തന്നെ മാറി. ജനങ്ങൾ സ്വയമേവ മുന്നോട്ട് വന്ന് നദികൾ വീണ്ടെടുക്കുന്ന, നദി സംസ്കരിക്കുന്ന ഒരു നിലയിലേക്ക് വന്നു.
പിന്നെ അതിൻ്റെ ഭാഗമായി നടപ്പാക്കപ്പെട്ട പച്ചത്തുരുത്ത്, അതൊക്കെ വലിയ തോതിൽ പ്രകൃതിയിൽ നമ്മൾ അനുകൂലമായി ഇടപെടൽ നടത്തുന്ന നിലവന്നു. ഇത് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ കേരളത്തിൻ്റെ അന്തരീക്ഷം മാറ്റുന്നതിന് വളരെ സഹായകരമായതാണ്. ഞങ്ങൾ കാണുന്ന ഇതെല്ലാം കൂടിയുള്ളതാണ് വികസനം എന്നാണ്. ഇത് സാധാരണ രീതിയിലുള്ള വികസന പരിപാടിയായിട്ട് പലരും വിലയിരുത്തപ്പെടില്ല. പക്ഷേ നമ്മുടെ നാടിൻ്റെ ശുചിയും വൃത്തിയും ഇതൊക്കെ വളരെ പ്രധാനമാണല്ലോ. അതിൽ നല്ല മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. പറഞ്ഞ പോലെ മാലിന്യ സംസ്കരണം തീർച്ചയായിട്ടും വലിയൊരു നേട്ടം തന്നെയാണ്. അത് താങ്കളുടെ ഈ എന്താ പറയുക പശ്ചാത്തല സൗകര്യ വികസനത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ഒരു ഭാഗമായിട്ട് പോലും കാണാം. യാതൊരു തർക്കമില്ലാതെ നമുക്ക് സമ്മതിക്കാവുന്ന ഒരു കാര്യം, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ആയിരുന്നു ഈ 10 വർഷത്തെ ഒരു മുഖമുദ്ര എന്ന് പറയാവുന്നത് കേരള സർക്കാരിൻ്റെ. മാലിന്യ സംസ്കരണം അതിലൊരു പ്രധാന ഒരു കണ്ണിയാണ്. അതുകൂടാതെ പക്ഷെ ഇത് നിർവഹിച്ചെടുക്കാൻ ആധാരമായിട്ട് പറയപ്പെടുന്നത് താങ്കളുടെ വളരെ നിശ്ചിതാർത്ഥമായും കർക്കശമെന്ന് തന്നെ പറയട്ടെ ഉള്ള നിലപാടുകളാണ്. 2016 കാലഘട്ടത്തിൽ പറഞ്ഞു ഈ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി ഒരുപാട് എതിർപ്പുകൾ നേരിട്ടും അത് അതിജീവിച്ചും അത് നടപ്പിലാക്കി. അതിനുശേഷം ഇപ്പോൾ നാഷണൽ ഹൈവേ 66-ൻ്റെ 6 നിര പാത വികസനം പൂർത്തീകരിച്ചുകൊണ്ട് വരുന്നു. വിഴിഞ്ഞം പദ്ധതിയുടെ ആദ്യഘട്ടം സമാപിക്കുന്നു. മാലിന്യ സംസ്കരണം, സ്കൂളുകൾക്കും ആശുപത്രികൾക്കും കെട്ടിടങ്ങൾ, മുതൽ മുടക്ക് സാമ്പത്തിക നിലയിൽ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നു. പാലങ്ങൾ ഒരുപാട് എടുത്തു പറയാം. കേരളത്തിൻ്റെ മുഖഛായ തന്നെ മാറ്റി പുതുക്കുന്ന ഒരു രീതിയിലുള്ള പരിണാമം ഉണ്ടായെന്ന് പറയുന്നതിൽ, പക്ഷെ ഇതൊക്കെ നടക്കുന്നത് താങ്കൾക്കെതിരായുള്ള ഒരുപാട് ആരോപണങ്ങളും ബേസ്ലെസ് ആലിഗേഷൻസും ഒരുപാട് ആക്രമണങ്ങളും സോഷ്യൽ മാധ്യമങ്ങളിലും മറ്റു മാധ്യമങ്ങളും മുഖാന്തരം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നടക്കുന്നത്. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സംഘർഷകരമായ ഒരു 10 വർഷം കൂടിയാണിത്. ആ ഘട്ടത്തെ ആ ഭാഗത്ത് എങ്ങനെ കാണുന്നതാണ്? അതിൽ വലിയ പ്രശ്നമില്ല. ഈ സംഘർഷം ഉണ്ടാകുന്നു എന്നുള്ളത് കൊണ്ട് നമ്മുടെ ചുമതലയിൽ നമ്മൾ ഒഴിഞ്ഞു പോകാൻ പാടില്ല. എവിടെയാ തകരാറ് വരുന്നതെന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു കാര്യം നടപ്പാക്കുന്നു, ആ നടപ്പാക്കുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഴിമതിയുടെ ഭാഗവാക്കായി നമ്മൾ മാറിയാൽ അതിനെതിരെ വിമർശനം വരുമ്പോൾ പെട്ടെന്ന് നിർത്താൻ തോന്നും. അവിടെയാണ് പല പദ്ധതികളും നിൽക്കുന്ന അവസ്ഥ വന്നിട്ടുള്ളത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ പ്രശ്നമേ ഇല്ല. അങ്ങനെയൊരു ഏതെങ്കിലും തരത്തിലൊരു കുറ്റബോധം ഞങ്ങൾക്കുണ്ടാകേണ്ടതില്ല. അപ്പോൾ നാടിനു വേണ്ടിയുള്ള പദ്ധതി, ആ പദ്ധതി നടപ്പാക്കുമ്പോൾ അതിനെതിരെ എതിർപ്പ് വരുന്നു. ആ എതിർപ്പ് അംഗീകരിച്ചു കൊടുക്കലാണോ ഗവൺമെൻറ്റിൻ്റെ ചുമതല? അവിടെയാണ് ഒരു ഗവൺമെൻറ് എന്താണ് ചെയ്യേണ്ടത് എന്ന പ്രശ്നം വരുന്നത്. പദ്ധതി നടപ്പാക്കലാണോ ഗവൺമെൻറ്റിൻ്റെ ബാധ്യത, അല്ല പദ്ധതിയെ എതിർക്കുന്നവരുടെ കൂടെ നിൽക്കലാണോ ഗവൺമെൻറ്റിൻ്റെ ബാധ്യത? ഇവിടെ പദ്ധതി നടപ്പാക്കുന്ന ബാധ്യതയും ചുമതലയാണ് LDF സർക്കാർ ഏറ്റെടുത്തത്. നമ്മുടെ നാടിൻ്റെ അനുഭവം എടുത്താൽ, ഇപ്പോൾ നാഷണൽ ഹൈവേയുടെ കാര്യം താങ്കൾ പറഞ്ഞല്ലോ. നാഷണൽ ഹൈവേയുടെ വികസനം എങ്ങനെ വേണമെന്നുള്ളതിനെ സംബന്ധിച്ച് കേരളത്തിലൊരു തർക്കം ഉണ്ടായിരുന്നു. അത് വലിയ തർക്കമായിരുന്നു, എല്ലാവരും ഭാഗവാക്കായ തർക്കമാണ്. അവസാനം എത്ര കണ്ട് ഭൂമി ഏറ്റെടുക്കണം എന്നതിനെക്കുറിച്ച് UDF ഗവൺമെൻറ്റാണ് അവരൊരു സർവകക്ഷി യോഗം വിളിച്ചു. ആ സർവകക്ഷി യോഗത്തിൽ എൻ്റെ പാർട്ടിയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തയാളാണ് ഞാൻ. അതിൽ എല്ലാവരും ഏകണ്ഠേന തീരുമാനിച്ചു 45 മീറ്റർ വീതിയിലെടുക്കുക. ഏകണ്ഠമായ തീരുമാനമാണ്. അപ്പം ഗവൺമെൻറ്റിന് ബ്ലാങ്ക് ചെക്ക് കൊടുത്തു നടത്തും, പിന്നെ ഗവൺമെൻറ് നടപടി എടുക്കുകയാണ് വേണ്ടത്. പക്ഷെ ഒരു ഇഞ്ച് മുന്നോട്ട് പോയി അവിടെ തന്നെ കിടന്നു. ഒരു സ്ഥലം എടുക്കാൻ തയ്യാറായില്ല. സ്ഥലമെടുക്കാൻ തയ്യാറാകാത്തതിൻ്റെ ഭാഗമായി പലവട്ടം നാഷണൽ ഹൈവേ അതോറിറ്റിക്കാർ അന്നത്തെ ഗവൺമെൻറ്റിനെ സമീപിച്ചു. നിരാശരായി, ഫലമില്ലാന്ന് കണ്ടു, ഇവിടുന്ന് അവർ സ്ഥലം വിട്ടു. ആ സാഹചര്യത്തിലാണ് LDF ഗവൺമെൻറ് വരുന്നത്. അവരെ തിരിച്ചു വിളിച്ചു, പണി നമ്മൾ തുടങ്ങാൻ പറഞ്ഞു. പക്ഷെ നമുക്ക് വലിയ പിഴ കൊടുക്കേണ്ടതായിട്ട് വന്നു. അതായത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗമായിട്ട് ഭൂമി എടുക്കലൊക്കെ നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെയാണ്. സംസ്ഥാനത്തിനൊരു ബാധ്യത അതിൽ വഹിക്കേണ്ടതില്ല.
അതുവരെ ഇന്ത്യയിൽ ഒരിടത്തും വഹിച്ചിട്ടില്ല, അതിനുശേഷവും ഇന്ത്യയിൽ ഒരിടത്തും വഹിച്ചിട്ടില്ല സംസ്ഥാനം. പക്ഷേ നാഷണൽ ഹൈവേ അതോറിറ്റി പറഞ്ഞു കേരളത്തിൽ വില വളരെ കൂടുതലാണ് ഭൂമിക്ക്, അതുകൊണ്ട് നിങ്ങളെടുത്ത് തരണം, അതൊരു സംസ്ഥാനം. അല്ല, അത് കഴിയില്ലല്ലോ, അങ്ങനെ ചെയ്യേണ്ടതില്ലല്ലോ, ഇതല്ലേ സമ്പ്രദായം എന്ന് ഞങ്ങൾ തർക്കിച്ചു. അവർ വളരെ പിടിവാശിയിരുന്നു. അപ്പോൾ നമുക്ക് വിഷമായി. നാഷണൽ ഹൈവേ വരിക എന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യമാണ്. അപ്പോൾ എന്താ വഴിയെന്നായി. അവർ വളരെ കടുത്ത വാശിയിൽ തന്നെ. അവസാനം ഒരു ഒത്തുതീർപ്പ് സംഭാഷണം നടന്നു. അതിൽ ഗഡ്കരിയുടെ സാന്നിധ്യത്തിലാണ് ചർച്ച. അങ്ങനെ ഒരു തീരുമാനമായി 20% ഭൂമി ഏറ്റെടുക്കുന്നതിൻ്റെ വിലയുടെ 20% സംസ്ഥാനം കൊടുക്കുക. 5640 കോടി രൂപ സംസ്ഥാനം നാഷണൽ ഹൈവേ അതോറിറ്റി കൊടുക്കും. ഗഡ്കരി തന്നെ സമ്മതിക്കുകയാണ്, അതിനു മുമ്പും അതിന് ശേഷവും ആരും ഇത് ചെയ്തിട്ടില്ല. ഇത് UDF കാണിച്ച കെടുകാര്യസ്ഥ കൊണ്ട് നമുക്ക് അടക്കേണ്ടി വന്ന പിഴയാണ് യഥാർത്ഥത്തിൽ. പണി തുടങ്ങിയപ്പോഴും എതിർപ്പ് വന്നു. ഭൂമി ഏറ്റെടുക്കൽ നടപടി ആരംഭിച്ചപ്പോൾ എതിർപ്പ് വന്നു. പക്ഷേ എതിർക്കുന്നവരുടെ കൂടെ നിൽക്കലല്ലോ നമ്മുടെ ബാധ്യത. അത് നമുക്ക് നാട്ടുകാരോട് പറഞ്ഞു, അവർക്ക് ബോധ്യമായി, അത് അംഗീകരിച്ചു വന്നു. ഗെയിൽ പൈപ്പ് ലൈനിൻ്റെതും ഇതുപോലെ തന്നെയാണ്. ഗെയിൽ പൈപ്പ് ലൈൻ നമ്മുടെ സംസ്ഥാനത്തോടൊപ്പം ആ പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ട മറ്റു സംസ്ഥാനങ്ങളുണ്ടായിരുന്നു. അവരൊക്കെ നടപ്പാക്കി ഗ്യാസ് പൈപ്പിലൂടെ പ്രവഹിക്കൽ തുടങ്ങി. ഞാൻ 2016 മുഖ്യമന്ത്രി സ്ഥാനം എടുത്തതിന് ശേഷം പ്രധാനമന്ത്രിയെ കാണാൻ പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ ചോദ്യം ഇതിനെക്കുറിച്ചായിരുന്നു, എന്താണ് നിങ്ങളുടെ നാട്ടിൽ മാത്രം ഇത് നടക്കാത്തത്? എനിക്ക് ഉത്തരം പറയാനില്ല. ഞാൻ പറഞ്ഞു, അത് അടുത്ത തവണ കാണുമ്പോൾ പറയാമെന്നുള്ളത്. നമുക്കത് നടപ്പാക്കാനായി. ഇപ്പോൾ ഗ്യാസ് സുഖമായിട്ട് പൈപ്പിലൂടെ പ്രവഹിക്കുകയാണ്. ഇതേപോലെ തന്നെ ഒരു പ്രത്യേകതയുള്ള ഒന്നാണ് എടമൺ കൊച്ചി പവർ ഹൈവേ. അത് പവർ ഗ്രിഡ് കോർപ്പറേഷനാണ് നടപ്പാക്കുന്നത്. കേരളത്തിൽ ഒരിടം വരെ അത് എത്തി. അവിടെ കുറച്ച് പ്രധാനികളുണ്ട്, അവർ തടഞ്ഞു. ഗവൺമെൻറ് അതിന് വഴങ്ങി കൊടുക്കും. പിന്നെ മുമ്പോട്ട് പോയില്ല. അവരും പവർ ഗ്രിഡ് കോർപ്പറേഷനും പലവട്ടം ഗവൺമെൻറ്റിനെ സമീപിച്ചു. ഓഫീസും കൂട്ടി സ്ഥലം വിട്ടവർ. ഞങ്ങൾ വന്നതിന് ശേഷം അവരെ തിരിച്ചു വിളിച്ചു, പണി തുടങ്ങാൻ പറഞ്ഞു. പണി തുടങ്ങാൻ പറഞ്ഞപ്പോൾ ഇവർ കുറച്ച് പ്രമാണിമാരാണ്, ഈ തടഞ്ഞവർ. അവർ വീണ്ടും തടഞ്ഞു. അപ്പോൾ അവരോട് പറഞ്ഞു, ഇത് നാടിന് വേണ്ടിയാണ്, നിങ്ങൾ തടയരുത് എന്നൊക്കെ നല്ല വാക്ക് പറഞ്ഞു. പക്ഷെ അവർക്ക് അത് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം അവർ ശക്തി കാണിച്ചതാണല്ലോ, ശക്തിയുടെ ഭാഗമായിട്ട് തടഞ്ഞതാണല്ലോ, അത് ഫലം നേടിയവരാണല്ലോ അവർ. അപ്പോൾ പിന്നെ ഗവൺമെൻറ് എന്താണെന്ന് അവർക്ക് മനസ്സിലായി. സുഖമായിട്ട് ആ ലൈൻ പൂർത്തിയായി. ഇപ്പോൾ വൈദ്യുതി അതിലൂടെ പ്രവഹിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നം വരുന്നത്. ആരുടെ കൂടെയാണ് ഗവൺമെൻറ് നിൽക്കേണ്ടത്? ഏതിൻ്റെ കൂടെയാണ്? പദ്ധതിയുടെ കൂടെയാണോ പദ്ധതി എതിർക്കുന്നവരുടെ കൂടെയാണോ? ഞങ്ങൾ പദ്ധതി നടപ്പാക്കാനാണ് നിലകൊണ്ടത്. അതിൻ്റെ ഭാഗമായി വലിയ മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ. ഇതിനോടനുബന്ധിച്ച് വേറൊരു ചോദ്യം ചോദിച്ചോട്ടെ. ഒരു ഗവൺമെന്റിന്റെ കാലാവധിയും ഇങ്ങനെ ഏറ്റെടുക്കുന്ന പദ്ധതികളുടെ കാലാവധിയും തമ്മിൽ കോടെർമിനസ് ആയിരിക്കില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 6 ലക്ഷം സ്ക്വയർ ഫീറ്റുള്ള കൊച്ചിയിലെ ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പണി, അതിൻ്റെ പദ്ധതി തുടങ്ങി വെച്ചു. അടുത്ത 2 ആഴ്ച മുമ്പ് വയനാടും കോഴിക്കോടും തമ്മിലുള്ള ദൂരം ഒരു 1.5 മണിക്കൂറിലേക്ക് ചുരുങ്ങുന്ന രീതിയിൽ ട്വിൻ ട്യൂബ് ടണൽ ടെക്നോളജി, അത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ ടെക്നോളജി ഒരു പദ്ധതിയാണ്. അത് താങ്കൾ തന്നെ ഉദ്ഘാടനം ചെയ്തു. ഇതൊരു ഗവൺമെൻറ്റിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. എന്നാലും ഇതിന് ആവേശം കൊണ്ടും ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ നോക്കവും നേരത്തെ പറഞ്ഞ പോലെ പദ്ധതികൾ വാഗ്ദാനങ്ങൾ ചെയ്യുക, പിന്നെ അതിലേക്ക് ഒരു നടപടി ഇല്ലാതെ പോവുക. താങ്കളുടെ ഇതിൻ്റെ ഒരു നോട്ടം എന്താണ്, പെർസ്പെക്റ്റീവ് എന്താണ്? ഇതിൽ ഒരു കാര്യം വലിയ ഗുണകരമായിട്ട് വന്നിട്ടുണ്ട്. സാധാരണ കേരളത്തിൻ്റെ ഒരു അനുഭവം കുറേ കാലമായിട്ട് ഒരു മുന്നണി ഒരു തവണ ഗവൺമെൻറ്, അത് കഴിഞ്ഞാൽ പിന്നെ മറ്റേ മുന്നണി ഗവൺമെൻറ്, ഇങ്ങനെയൊരു പതിവായിരുന്നു കേരളത്തിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി സംഭവിച്ചൊരു കാര്യം, LDF ഈ പറഞ്ഞ രീതിയിൽ വിവിധ പദ്ധതികൾ നടപ്പാക്കും, ചിലത് തുടക്കം കുറിക്കും. പിന്നെ വരുന്ന UDF ഗവൺമെൻറ്
അതിൻ്റെ തുടർച്ചയായിട്ട് കാര്യങ്ങൾ ചെയ്യില്ല. അതിൻ്റെ ഫലമായി പലതും വല്ലാതെ തകർന്നു പോകുന്ന അവസ്ഥയുണ്ടായിരുന്നു. ആദ്യമായാണ് ഒരു തുടർ ഭരണം LDFന് 2021 ജനങ്ങൾ സമ്മാനിക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ എവിടെയാണോ 2021 നിർത്തിയത് അവിടുന്ന് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അങ്ങനെയാണ് ഈ പറഞ്ഞ പല പദ്ധതികളും ശരിയായ രീതിയിൽ പൂർത്തീകരിക്കാനായത്. ഒരു തടസ്സമില്ലാതെ പൂർത്തീകരിക്കാനായി. ഇതിൻ്റെ ഭാഗമായി നാടിന് വലിയ മാറ്റം വന്നു. ആ ഒരു ഭാഗം പറഞ്ഞാൽ നമ്മുടെ വ്യവസായ രംഗം ഇപ്പം നമ്മൾ നോക്കുമ്പോൾ വ്യവസായ രംഗം ഏറ്റവും നല്ല നിക്ഷേപ സൗഹൃദ സംസ്ഥാനം എന്ന നില കേരളത്തിനുണ്ട്. അങ്ങക്കറിയാലോ കേരളത്തെക്കുറിച്ച്. പണ്ട് ഇവിടെ ഒരു ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി അല്ല എന്നുള്ളൊരു ധാരണയോ തെറ്റിദ്ധാരണയോ ഉണ്ടായിരുന്നു. അത് മാറി വരുന്നുണ്ട്. 2016 മുൻപ് കേരളം വ്യവസായത്തിന് പറ്റിയൊരു നാടല്ല എന്നാണ് പൊതുവെ ധാരണ. ഇന്ത്യ ഗവൺമെന്റ് റാങ്കിങ്ങിലൊക്കെ നമ്മൾ വളരെ പുറകിലാണ്. ആരും ഇതിനെയൊരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റാൻ അങ്ങനെ ഗൗരവമായി ശ്രമിച്ചിട്ടില്ല. വ്യവസായങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിലെ ഒന്നാമത്തെ സംസ്ഥാനം എന്ന നിലയിലേക്ക് എത്തിക്കാൻ വേണ്ടി വലിയ ശ്രമം നടത്തിയിട്ടില്ല. നമ്മൾ അങ്ങനെ തള്ളിക്കളിയാൻ പാടില്ലല്ലോ. ഒരു നാടിൻ്റെ കാര്യം ആലോചിക്കാനാണല്ലോ ഗവൺമെൻറ്. അപ്പോൾ എങ്ങനെ നാടിനെ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാക്കാൻ പറ്റും? 2016 ഞങ്ങൾ അധികാരത്തിൽ വന്നപ്പോൾ ആ കാര്യം ആലോചിച്ചു. അപ്പോൾ അതിൻ്റെ ഭാഗമായി അതുമായി ബന്ധപ്പെട്ടവരുടെ എല്ലാം യോഗം ചേർന്നു. വ്യവസായികളുടെ, ഉദ്യോഗസ്ഥരുടെ എല്ലാം യോഗം ചേർന്നു. അപ്പോൾ അതിൽ ഒരുപാട് നിർദ്ദേശങ്ങൾ വന്നു. എന്തുകൊണ്ടാണ് ഇത് നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാകാത്തത്? എന്താണ് തടസ്സങ്ങൾ? അതിൽ ഗവൺമെൻറ് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതിലൊന്ന് നിയമങ്ങൾ പുതുക്കി പണിയേണ്ടതുണ്ട്. അങ്ങനെ 7 നിയമങ്ങൾ മാറ്റുന്ന നിലയുണ്ടായി, പുതുതായിട്ടെടുത്തു. അതേപോലെ തന്നെ ചട്ടങ്ങൾ ഭേദഗതി ചെയ്യേണ്ടതായിരുന്നു. 10 പ്രധാനപ്പെട്ട ചട്ടങ്ങൾ ഭേദഗതി ചെയ്തു. പിന്നെ ഒരു മാനസിക നിലയുടെ പ്രശ്നമുണ്ടായിരുന്നു. നമ്മുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. അത് വ്യവസായത്തിന് വളരെ അനുകൂലമായിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും യോഗങ്ങൾ ചേർന്നു. അതിൻ്റെ ഭാഗമായുള്ള മാറ്റം വന്നു. വ്യവസായം എന്ന് പറയുന്നത് വ്യവസായ വകുപ്പ് മാത്രം നടപ്പാക്കേണ്ട ഒരു കാര്യമല്ല. വ്യത്യസ്തങ്ങളായ വകുപ്പുകൾക്ക് അതിൽ പങ്കുണ്ട്. അവരെല്ലാം ഇതിന് അനുകൂലമായ നിലപാടെടുത്താലേ ഈ പറഞ്ഞ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാകും. അവരെല്ലാം ബന്ധപ്പെട്ടു. അതോടൊപ്പം തന്നെ നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന ചില തെറ്റായ ശീലങ്ങളും സമ്പ്രദായങ്ങളും ഉണ്ടായിരുന്നു. അത് മാറേണ്ടതുണ്ടായിരുന്നു. അതിന് ട്രേഡ് യൂണിയനുകളുടെ യോഗം വിളിച്ചു. ട്രേഡ് യൂണിയനുകൾ വളരെ പോസിറ്റീവായ നിലപാടെടുത്തു. അങ്ങനെ എല്ലാം കൂടി വന്ന് 2021 അപ്പോഴേക്ക് ആ വർഷം കഴിഞ്ഞു, ആ കാലഘട്ടം കഴിഞ്ഞു. പക്ഷേ 21 LDFന് തന്നെ തുടർഭരണം കിട്ടി. എവിടെയാണോ അവസാനിപ്പിച്ച് അവിടെ തുടങ്ങാൻ കഴിയും. അത് നല്ല രീതിയിലെത്തി. അങ്ങനെയാണ് നമ്മൾ നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായത്. ഇപ്പോൾ കേരളമാണ് ഇന്ത്യയിൽ 1-ാം നമ്പർ സംസ്ഥാനമായി നിൽക്കുന്നത്. ഒരു തവണയല്ല, 2 തവണ തുടർച്ചയായിട്ടത് വന്നു. അതിൻ്റെ മാറ്റം നമുക്ക് നല്ലതുപോലെ കാണാൻ കഴിയാണ്. ഇപ്പോൾ കേരളം നമ്മുടെ ഒരു നിക്ഷേപ സംഗമം നടത്തിയല്ലോ, ആഗോള നിക്ഷേപ സംഗമം നടത്തി കൊച്ചിയിൽ വെച്ചിട്ട്. 2 ലക്ഷം കോടി രൂപയുടെ അടുത്താണ് നിക്ഷേപ വാഗ്ദാനം വന്നത്. നമ്മുടെ ദാവോസിൽ അവിടെ പോയപ്പോൾ അവിടെ നമ്മുടെ വ്യവസായ മന്ത്രിയും മറ്റും അവിടെ പോയിരുന്നു. അവിടെ വെച്ച് 1 ലക്ഷം കോടിയിൽ പരം രൂപയുടെ നിക്ഷേപ താല്പര്യമാണ് വന്നത്. ഇതൊരു വല്ലാത്ത അവസ്ഥയാണ്. കേരളം എന്നത് ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനം മാത്രമല്ല. ഇന്ന് കേരളമാണ് നിക്ഷേപത്തിന് ഏറ്റവും പറ്റിയ സ്ഥലം എന്ന് കാണുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. ഒരനുഭവം ഞാൻ പറയാം. ഒരു ദിവസം ഇപ്പം അടുത്താണ് ഒരു വൻകിട നിക്ഷേപം നടത്താൻ തയ്യാറുള്ളവർ എന്നെ കാണാൻ വന്നു. അത് വ്യവസായ മന്ത്രിയാണ് കൂട്ടി വരുന്നത്. അപ്പോൾ അവർ നിക്ഷേപിക്കാൻ പോകുന്ന തുക കേട്ടപ്പോൾ പെട്ടെന്നൊരു അമ്പരപ്പ് വരും. അതൊരു 3,60,000 കോടി രൂപയാണ്. അപ്പോൾ ഒരു പദ്ധതിയിലാണ് ഇത് മുഴുവൻ നിക്ഷേപിക്കുന്നത്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു,
കേരളീയരല്ല. എന്ത് ധൈര്യത്തിലാണ് ചെയ്യുന്നത്? കേരളീയരല്ല. നിങ്ങൾ എന്താണ് ഇവിടെ വരാൻ കാരണം എന്ന് ചോദിച്ചു അതെ, കേരളത്തിൽ. അതെ. അതിനവർ പറഞ്ഞൊരു മറുപടിയുണ്ട്. അവർ പറഞ്ഞു, ഇന്ത്യയിൽ കമ്മ്യൂണൽ പ്രശ്നങ്ങളില്ലാത്ത സംസ്ഥാനം കേരളമാണ്, ഞങ്ങളിവിടെ വളരെ സുരക്ഷിതരാണെന്നാണ് കാണുന്നത്. അത് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. അങ്ങനെയൊരു ധാരണയാണ് പൊതുവിൽ വ്യവസായ രംഗത്തും ലോകത്തും ഉള്ളത്. അത് നമുക്ക് അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. അതൊക്കെ നാടിൻ്റെ ഒരു അഭിമാന കാര്യമാണല്ലോ. അതെ. ഈ 10 കൊല്ലം ഒരു വേറൊരു വിശേഷത എന്ന് പറയാവുന്നത് കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങളുടെ ഒരു വർഷങ്ങൾ. കേരളം മാത്രമല്ല, പ്രതിപക്ഷങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളും കേന്ദ്രവുമായിട്ട് കേരളത്തിനെ അത് രൂക്ഷമായി ബാധിച്ചിട്ടുമുണ്ട്. ഉദാഹരണത്തിന് കേരളത്തിനെ ഞെരുക്കുന്ന സാമ്പത്തിക രീതിയിൽ ഞെരുക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നു. അവിടെ കേരളത്തിന് ആശ്വാസകരമായ ഒരു തീർപ്പും കിട്ടി. നിർണായകമായ തീർപ്പല്ലാതെ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിലേക്ക് റെഫർ ചെയ്തിട്ടുണ്ട്, എന്നാലും ആശ്വാസകരമായ ഒരു തീർപ്പും കിട്ടി. ഇങ്ങനെയുള്ള ഈ സെൻറ്ററിൻ്റെ ഒരു സമ്മർദ്ദം മറ്റു രീതികളിലുണ്ട്. നമുക്ക് അത് കാരണം ഒരുപാട് പദ്ധതികളുണ്ട്, അതിനുള്ള ധനം വേണ്ടേ, അതിനുള്ള ഫൈനാൻഷ്യൽ വേർവിത്തോൾ വേണ്ടേ. അപ്പോൾ അതിനൊക്കെ ഒരു തടസ്സമായി കേന്ദ്രം വരുന്നു എന്നുള്ള ഒരു രീതിയിലേക്ക് മാറുമ്പോൾ ഈ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ, കിഫ്ബി പോലെയുള്ളത്, അല്ലെങ്കിൽ മസാല ബോണ്ട് പോലെ അതൊക്കെ ചെയ്തിരുന്നു ഇവിടെ. ഇതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? അതുമാത്രമല്ല, പക്ഷേ ഇതിനെപ്പറ്റിയുള്ള വിമർശനവും ഉണ്ട്. കാരണം ഇപ്പോൾ കിഫ്ബി ഇതൊക്കെ ഈ ടാക്സസ് ലെവീസ് മുഖാന്തരം ജനങ്ങളെ പിഴിയുന്ന രീതിയിലേക്ക് മാറില്ലേ, അല്ലെങ്കിൽ ഒരു വരും തലമുറയ്ക്ക് ഇതൊരു വലിയ ബാധ്യത, ഒരു ഭാരമായി മാറില്ലേ എന്നുള്ളൊരു വിമർശനവും ഒരു ജെന്യുവൻ കൺസേണും ഉണ്ട്. അതിനെപ്പറ്റി താങ്കൾ എങ്ങനെ പ്രതികരിക്കും? ഇത് കുറച്ച് വിശദമായിട്ട് പറയേണ്ട ഒരു കാര്യമാണത്. അതായത് നമ്മുടെ പ്രശ്നം എന്തായിരുന്നു? കേരളത്തിൻ്റെ ആവശ്യങ്ങൾ വളരെ കൂടുതലാണ്. നമ്മുടെ സംസ്ഥാനത്തിന് അത്രത്തോളം സാമ്പത്തിക ശേഷിയില്ല. അപ്പോൾ സാധാരണഗതിയിൽ സംസ്ഥാനത്തിന് കാര്യങ്ങൾ നിർവഹിക്കണമെങ്കിൽ വേറൊരു സാമ്പത്തിക സ്രോതസ്സ് വേണം. നമ്മുടെ ഖജനാവിനെ മാത്രം ആശ്രയിച്ചാൽ പോരാ. അങ്ങനെയാണ് കിഫ്ബിയെ പുനർജീവിപ്പിക്കാൻ ശ്രമിച്ചത്. കിഫ്ബിയിലൂടെ അന്ന് ഉദ്ദേശിച്ചത് 2016 കേരളത്തിൻ്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിന് മുതൽ മുടക്കുക എന്നാണ്. 50,000 കോടി രൂപ അങ്ങനെ മുതൽ മുടക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിച്ചത്. സാധാരണഗതിയിൽ എല്ലാവരും അനുകൂലിക്കേണ്ടതാണെങ്കിലും കടുത്ത എതിർപ്പാണ് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്ന് വന്നത്. ഇതെന്താണ്? എവിടുന്ന് നടപ്പാകാനാണ്? മലപ്പൊടിക്കാരൻ്റെ സ്വപ്നമല്ലേ? ആര് പൈസ തരാനാണ്? എവിടുന്നാണ് നിങ്ങൾക്ക് പൈസ കിട്ടുക? പൊളിഞ്ഞ സംസ്ഥാനത്തിന് ആരെങ്കിലും പൈസ തരുമോ? ഇങ്ങനെയെല്ലാമുള്ള പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ, പുച്ഛിക്കൽ. പക്ഷേ നമ്മൾ കണ്ടത് 2021 ആയപ്പോൾ 50,000 അല്ല 62,000 കോടി രൂപയുടെ പദ്ധതികളാണ് കിഫ്ബി മുഖേന ഏറ്റെടുത്തത്. ഇന്നത് 1,10,000 കോടി രൂപയാണ് ഈ 10 വർഷം കൊണ്ട്. ആ തരത്തിലേക്കുള്ള പദ്ധതികൾ ഏറ്റെടുക്കാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൻ്റെ സർവ്വതോന്മുഖമായ വികസനത്തിന് നമ്മുടെ ബജറ്റിന് പുറമെ പണം ചെലവഴിക്കാൻ ഇതിലൂടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി സ്കൂൾ രംഗം, സ്കൂൾ കെട്ടിടങ്ങൾ നവീകരിച്ചത്, ആ രംഗത്ത് വന്ന മറ്റു മാറ്റങ്ങൾ, കേരളത്തിന് 5,000 കോടി രൂപയാണ് അതിൽ ചെലവഴിക്കാൻ കഴിഞ്ഞത്. വലിയ മാറ്റമാണ് അതിൻ്റെ ഭാഗമായിട്ട് വന്നത്. ആശുപത്രികൾ, ആർദ്രം മിഷൻ നടപ്പാക്കിക്കൊണ്ട് ആരോഗ്യരംഗം മെച്ചപ്പെടുത്താനുള്ള ശ്രമം നടത്തി. ആരോഗ്യരംഗം വലിയ തകർച്ചയിലായിരുന്നു 2016. അതിനെ മെച്ചപ്പെടുത്താനാണ് ആർദ്രം മിഷൻ പ്രവർത്തനം ആരംഭിച്ചത്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറൽ മാത്രമല്ല, നമ്മുടെ താലൂക്ക് ആശുപത്രി തൊട്ട് മെഡിക്കൽ കോളേജ് ആശുപത്രി വരെ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ഒരുക്കുന്ന നിലവന്നു. വലിയ മാറ്റം കേരളത്തിൻ്റെ ആരോഗ്യരംഗത്ത് സംഭവിച്ചു. ഇവിടെ നമ്മൾ കാണേണ്ടത്, കോവിഡ് വന്നപ്പോൾ ലോകം മുഴുവൻ വിറങ്ങലിച്ചു. വലിയ സമ്പൽ സമൃദ്ധിയുണ്ട് എന്ന് പറയുന്ന രാഷ്ട്രങ്ങൾ തന്നെ കോവിഡിന് മുന്നിൽ മുട്ടുകുത്തി വീണു. പക്ഷെ നമ്മളെ ലോകം ആശ്ചര്യത്തോടെയാണ് കണ്ടത്, കേരളത്തെ. കാരണം ആ ഘട്ടത്തിലൊക്കെ
കേരളത്തിൻ്റെ ആരോഗ്യരംഗത്ത് നാം ഒരുക്കിയ സൗകര്യങ്ങളെ കവച്ചു വെക്കാൻ കോവിഡിൻ്റെ മൂർധന്യ ദശയിൽ പോലും കോവിഡിനായില്ല. നമ്മളിവിടെ ആവശ്യത്തിന് ബെഡ് ഒഴിവുണ്ടായിരുന്നു, ICU ബെഡ് ഒഴിവുണ്ടായിരുന്നു, ഓക്സിജൻ ബെഡ് ഒഴിവുണ്ടായിരുന്നു, വെന്റിലേറ്റർ ഒഴിവുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആർദ്രം മിഷനിലൂടെ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കി. അതാണ് നമ്മളെ സഹായിച്ചത്. അപ്പോൾ ഈ തരത്തിലുള്ള ഇടപെടലുകൾ നടത്താൻ ബജറ്റിലൂടെയുള്ള പണം മാത്രമല്ല, കിഫ്ബിയിലൂടെയുള്ള പണം നല്ലതുപോലെ നമ്മൾ ഉപയോഗിച്ചു. മറ്റും ഒട്ടേറെ മേഖലകൾ, ഇപ്പം നമ്മുടെ പശ്ചാത്തല സൗകര്യ രംഗത്ത് വന്നിട്ടുള്ള തീരദേശ ഹൈവേയുടെയും മലയോര ഹൈവേയുടെയും പണി നടക്കുകയാണ്. 10,000 കോടി രൂപയാണ് അതിനുവേണ്ടി ചെലവിടുന്നത്. ആ 10,000 കോടി രൂപയും കിഫ്ബി മുഖേനയാണ് കണ്ടെത്തിയിട്ടുള്ളത്. നാഷണൽ ഹൈവേക്ക് കൊടുത്ത 5,640 ഞാൻ പറഞ്ഞല്ലോ, അത് കിഫ്ബി മുഖേനയാണ് ചെലവഴിച്ചത്. ഇങ്ങനെ ഓരോ രംഗത്ത് നമ്മുടെ നാട്ടിൽ കാണുന്ന വ്യത്യസ്തമായ റോഡുകൾ, പാലങ്ങൾ, ഫ്ലൈ ഓവറുകൾ, ഓവർ ബ്രിഡ്ജുകൾ, സ്കൂൾ കെട്ടിടങ്ങൾ, ആശുപത്രി കെട്ടിടങ്ങൾ, വിവിധ പദ്ധതികളുടെ ഭാഗമായിട്ടുള്ള മറ്റ് എല്ലാം നമ്മുടെ കേരളത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയും. അങ്ങനെ നമുക്ക് ഒരു 50-60 വർഷത്തിന് ശേഷം സാധാരണഗതിയിൽ എത്താൻ കഴിയുന്ന അവസ്ഥയിലേക്ക് ഇന്ന് കേരളം എത്തിയിരിക്കുന്നു. അതിനിടയാക്കിയത് ഈ തരത്തിലുള്ള ഇടപെടൽ കൊണ്ടാണ്. ഇതാണല്ലോ നാട്ടുകാർ ആഗ്രഹിക്കുന്നത്, ഇതാണല്ലോ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ജനങ്ങൾ ഇതിനെയെല്ലാം നല്ല രീതിയിൽ പിന്താങ്ങാൻ തയ്യാറാകുന്നത്. അത് നല്ല രീതിയിൽ നടക്കുമ്പോൾ നമ്മൾ കാണേണ്ടത്, നമ്മൾ ഒരുപാട് ദുരന്തങ്ങളിലേ നേരിടേണ്ടി വന്നത് ഈ കാലയളവിൽ. ഇപ്പോൾ 2018 നൂറ്റാണ്ടിലെ മഹാപ്രളയമാണ്. കേരളത്തെ അങ്ങ് തകർത്തെറിയായിരുന്നല്ലോ. കേരളത്തെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ടല്ലോ, അവരൊക്കെ വല്ലാതെ വേദനിച്ചല്ലോ. ഇനി എങ്ങനെ ഈ നാട് കരകയറും? നമുക്ക് സഹായം വേണ്ടേ ആ ഘട്ടത്തിൽ? ആ സഹായം കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നല്ലേ ലഭിക്കേണ്ടത്? രാജ്യത്ത് എവിടെ ദുരന്തം ഉണ്ടായാലും സാധാരണ നിലക്ക് കേന്ദ്രം സഹായിക്കാറുണ്ട്. പക്ഷെ നമുക്ക് ദുരനുഭവമാണ് ഉണ്ടായത്. നമുക്ക് സഹായം ലഭിച്ചില്ല. സഹായം ലഭിച്ചില്ല എന്ന് മാത്രമല്ല, നമ്മളെ ദുരന്തത്തിൽ സഹായിക്കാൻ സന്നദ്ധത കാണിച്ച് വന്ന ചില രാജ്യങ്ങളുണ്ട്. ആ രാജ്യങ്ങൾ കേന്ദ്രത്തെ അറിയിച്ചു, ഞങ്ങൾ സഹായിക്കാൻ തയ്യാറാണ്, ഞങ്ങൾ സഹായം സ്വീകരിക്കില്ല എന്ന മറുപടിയാണ് കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞത്. അവിടെയാണ് നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത്. ഇത് പറഞ്ഞ പ്രധാനമന്ത്രി നേരത്തെ ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു, ശ്രീ നരേന്ദ്രമോദി. ആ കാലത്ത് അവിടെ വലിയൊരു ദുരന്തമുണ്ടായി. ആ ദുരന്തത്തിൽ വലിയ തകർച്ച ഗുജറാത്തിനുണ്ടായി. രാജ്യത്തിൻ്റെ സഹായം കേന്ദ്ര ഗവൺമെൻറ് വക വന്നു, രാജ്യത്തിന് പുറത്തുള്ള സഹായം മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്നു. എല്ലാം വാങ്ങി ഗുജറാത്തിനെ അഭിവൃദ്ധിപ്പെടുത്താൻ നേതൃത്വം കൊടുത്തയാളാണ് മുഖ്യമന്ത്രി എന്ന നിലക്ക് നരേന്ദ്രമോദി. അദ്ദേഹം പ്രധാനമന്ത്രിയായിരിക്കുമ്പോഴാണ് കേരളത്തിന് ഇതുപോലൊരു ദുരന്തം വന്നപ്പോൾ ഞങ്ങൾ സഹായം സ്വീകരിക്കില്ല എന്ന നിലപാടെടുക്കുന്നത്. ഇത് എന്താണ് അതിൻ്റെ അർത്ഥം? എന്നാൽ സഹായം സ്വീകരിക്കില്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് സഹായം തരണ്ടേ? അത് തന്നുമില്ല. അപ്പം കേരളം തകരട്ടെ എന്നൊരു മനോഭാവം. പക്ഷെ നമുക്ക് തകരാൻ പറ്റില്ലായിരുന്നു, നമുക്ക് അതിജീവിച്ചേ പറ്റൂ. അങ്ങനൊരു ദുരന്തമുണ്ടായപ്പോൾ അതിൻ്റെ മുമ്പിൽ തലയിൽ കൈവച്ച് കരഞ്ഞിരുന്നിട്ട് കാര്യമില്ലല്ലോ. അതിജീവിക്കാൻ എന്താണ് മാർഗമെന്ന് ആലോചിച്ചു. അതിൽ നമ്മുടെ നാടിൻ്റെ ഒരുമ, ജനങ്ങളുടെ ഐക്യം, അതാണ് അതിജീവനത്തിൻ്റെ കരുത്ത്. നല്ല പിന്തുണ നാട്ടിൽ നിന്നും ജനങ്ങളിൽ നിന്നും ഉണ്ടായി. അതുകൊണ്ട് തന്നെ രാജ്യവും ലോകവും അതിശയപ്പെടുമാറുള്ള അതിജീവനമാണ് നമ്മൾ നടത്തിയത്. നല്ല മാറ്റങ്ങൾ അതിൻ്റെ ഭാഗമായി വന്നു. ഇപ്പോൾ അങ്ങ് പറഞ്ഞ തുരങ്കപാതയുടെ കാര്യം, വയനാട് തുരങ്കപാതയുടെ കാര്യം, ചങ്ങനാശ്ശേരി റോഡ്, ആ റോഡ് മഴ വരുമ്പോഴൊക്കെ ഒലിച്ചു പോകുന്നതാണ്. എല്ലാ മഴക്കാലത്തും കുറച്ച് മഴ പെയ്താൽ മതി, അവിടെ വെള്ളം കയറും. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ തീരുമാനിക്കുന്നത്. ഈ 2017 പ്രളയം കഴിഞ്ഞപ്പോഴാണ് തീരുമാനിക്കുന്നത് ആ റോഡ് നല്ല രീതിയിൽ പുതുക്കിപ്പണിയണം, വെള്ളം പ്രളയം വന്നാൽ തകരാത്ത റോഡാക്കി മാറ്റണം. അതിന് പറ്റിയ തരത്തിലുള്ള റോഡാക്കി ഇപ്പോൾ അത് മാറ്റി. ഇപ്പോൾ അത് ഉദ്ഘാടനം ചെയ്തു. നേരത്തെ പറഞ്ഞ തുടർ ഭരണത്തിൻ്റെ ഭാഗമായിട്ടാണ് അത് പൂർണ്ണമായിട്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. ഇങ്ങനെയുള്ള ഒട്ടേറെ പദ്ധതികൾ നമ്മുടെ നാട്ടിൽ ഏറ്റെടുക്കാൻ കഴിയും. ഇതിൽ സാധാരണ നിലക്ക് ഇത്തരം കാര്യങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ് സഹായിക്കേണ്ടത് സഹായിക്കാതിരുന്നാൽ നമുക്ക് വലിയ തകർച്ച വരുമല്ലോ. മറ്റൊരു
ദുഃഖകരമായ അനുഭവം കൂടി നമുക്കുണ്ട്. മറ്റെല്ലാ നാട്ടിലും ഉം. എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ ആ സംസ്ഥാനത്തുള്ള എല്ലാവരും ഉം. സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഒന്നിച്ചു നിൽക്കും. പക്ഷെ നമുക്കതൊരു കടുത്ത ദുരനുഭവമാണ്. ഇവിടുത്തെ പാർലമെൻറ്റ് മെമ്പർമാർ മഹാഭൂരിഭാഗം ഇവിടുത്തെ പ്രതിപക്ഷമായിരുന്നു, UDF കാരായിരുന്നു. പാർലമെൻറ്റിൽ ഇതിനു വേണ്ടി ആരും ശബ്ദിച്ചില്ല. മാത്രമല്ല, വളരെ ദുഃഖകരമായ അനുഭവമാണ്. നമ്മൾ 2018 പ്രളയത്തിന് ശേഷമുള്ള നടപടികൾ വന്നപ്പോൾ അതിനെ തുരങ്കം വെക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചത്. അതിൽ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഉണ്ടല്ലോ, അതിലേക്ക് പണം കൊടുക്കുമല്ലോ. പണം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഒരു ഘട്ടത്തിൽ ജീവനക്കാരുടെ കയ്യിൽ നിന്ന് വായ്പ എടുക്കുകയാണ്. പണം ഒരു പ്രശ്നമല്ലേ, ഒരു വേറൊരു ഘട്ടത്തിലാണത്. ആ പണം ഇല്ലാതെ വന്നപ്പോൾ പണം കടമായിട്ട് തരാൻ വേണ്ടി ജീവനക്കാരോട് പറഞ്ഞു, ഒരു ചില ദിവസങ്ങളിലെ സാലറി കടമായിട്ട് തരും, പിന്നെ അത് തിരിച്ചു കൊടുക്കും. കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കേസ് പോയി അതിനെതിരായിട്ട്. അപ്പോൾ എത്രമാത്രം നിഷേധാത്മകമായ നിലപാടാണെന്ന് നോക്കണം. ഇതെല്ലാമായിട്ടും നമ്മൾ തകർന്നില്ല. നമ്മൾ ലോകവും രാജ്യവും വലിയ ആശ്ചര്യത്തോടെ നോക്കിക്കാണുന്ന തരത്തിലുള്ള അതിജീവനം തന്നെയാണ് നടത്തിയത്. അതിനിടയാക്കിയത് കേരളത്തിൻ്റെ ഒരുമയും ജനങ്ങളുടെ ഐക്യവും തന്നെയാണ്. ഒരു സംശയവും അക്കാര്യത്തിലില്ല. ഇതിന്റെ ഭാഗമായിട്ട് മറ്റൊരു കാര്യം പറഞ്ഞു, കടത്തിന്റെ കാര്യം. അതൊരു പ്രധാന പ്രശ്നമാണ്. വലിയ തോതിൽ തെറ്റായ കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് അതിന്റെ ചില കണക്കുകൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഇതിനെ നമുക്ക് അതിജീവിക്കാൻ കഴിഞ്ഞത് നമ്മുടെ നികുതി വരുമാനം നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞുകൊണ്ടാണ്. നമ്മുടെ തനത് നികുതി വരുമാനത്തിൽ നല്ല വർധനവുണ്ടായി. ഇപ്പോൾ 1,27,747 കോടി രൂപയുടെ അധിക വരുമാനം ഉണ്ടായി. അത് 2016-21 ആ 5 വർഷം എടുത്താൽ തനത് നികുതി വരുമാനം 47,453 കോടി രൂപയാണ്. 2021-26 ആയപ്പോൾ 73,002 കോടി രൂപയായി. അപ്പോൾ മൊത്തമായിട്ട് 1,27,747 കോടി രൂപയുടെ വർധനവ് നമുക്കുണ്ടാക്കാൻ കഴിയും. ഇപ്പോൾ 2025-26 വർഷത്തെ കണക്ക് വരാനിരിക്കുന്നേ ഉള്ളൂ. അതുകൂടി വരുമ്പോൾ ഈ പറഞ്ഞത് വർദ്ധിക്കും. ഇതൊരു നികുതി വരുമാനത്തിൻ്റെ കാര്യം. നികുതിയേതര വരുമാനത്തിൻ്റെ അവസ്ഥ 2016-21 വാർഷിക ശരാശരി, 5 വർഷത്തെ ഒരു വർഷത്തെ ശരാശരി 14,455 കോടി രൂപയാണ്. അപ്പോൾ ഇപ്പോൾ 2021 ശേഷമുള്ള ഈ സർക്കാരിൻ്റെ കാലത്ത് അത് 15,435 കോടി രൂപയാണ്. അപ്പോൾ വർദ്ധിച്ചു എന്നർത്ഥം. അതിലും 2025-26 കണക്ക് വരാനിരിക്കുകയാണ്. അപ്പോൾ അത് കുറച്ചുകൂടി കൂടും. അപ്പോൾ നികുതിയേതര വരുമാനത്തിൽ 1,52,645 കോടി രൂപ അധികമായി പിരിച്ചെടുക്കാൻ കഴിയും. ഇത് ജനങ്ങളെ മേലെ അധിക നികുതി ഭാരം അടിച്ചേൽപ്പിച്ചിട്ടല്ല, അങ്ങനെ താങ്ങാനാവാത്ത ഒരു നികുതി ഭാരവും അടിച്ചേൽപ്പിച്ചിട്ടില്ല. പിന്നെ മാത്രമല്ല, നികുതി ഭാരം അടിച്ചേൽപ്പിക്കാൻ ഇപ്പോൾ അധികാരവും ഇല്ലല്ലോ, എല്ലാം GST എന്ന് പറഞ്ഞിട്ട് കേന്ദ്ര ഗവൺമെൻറ് കയ്യിലല്ലേ. അപ്പോൾ ആ തരത്തിൽ ഒരു നികുതി ഭാരം അടിച്ചേൽപ്പിച്ചല്ലേ നല്ല രീതിയിൽ പിരിച്ചെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് CAG പുറത്തുവിട്ടൊരു കണക്കുണ്ട്, കൺട്രോളറിൻ്റെ ഓഡിറ്റർ. CAG പറഞ്ഞത് 2022-23 ഇന്ത്യ രാജ്യത്ത് സംസ്ഥാനങ്ങളുടെ ശരാശരി നികുതി വരുമാനം, തനത് നികുതി വരുമാനം ആകെ റവന്യൂ വരുമാനത്തിൻ്റെ 48.35%. രാജ്യത്തെ സംസ്ഥാനങ്ങളുടെ ശരാശരി. അപ്പോൾ 48.35% അത് നിൽക്കുമ്പോൾ നമ്മൾ കേരളത്തിൻ്റെത് 54.2%. അപ്പോൾ നല്ല വർധനവ് നമുക്കുണ്ട്. ഇത് 23-24 ആയപ്പോൾ 59.71% വർദ്ധിച്ചു. അത് കഴിഞ്ഞ് 24-25 ആയപ്പോൾ 61.38% വർദ്ധിച്ചു. ഈ ഒരു വർധനവ് നമുക്ക് പ്രത്യേകമായിട്ട് കാണേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ രാജ്യത്ത് സംസ്ഥാനങ്ങളുടെ ശരാശരി ആകെ റവന്യൂ വരുമാനത്തിൻ്റെ 22-23
7.8% സംസ്ഥാനങ്ങളുടെ ശരാശരി. കേരളത്തിൻ്റെത് 13.3%. വലിയ വ്യത്യാസമാണ് ഇതിലൊക്കെ നിലനിൽക്കുന്നത്. 2023-24 അത് 22% വർദ്ധിച്ചു. അപ്പോൾ ആകെ റവന്യൂ വരുമാനത്തിൻ്റെ 60% മുകളിൽ തനത് വരുമാനമുള്ള 8 സംസ്ഥാനങ്ങളാണുള്ളത്. അതിലൊന്ന് കേരളമാണ്. കേരളത്തിൻ്റെത് 22-23 72.84%. 24-25 74.5%. അപ്പോൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രയാസമുള്ള ഒന്നാണ് എന്ന് ഒരു തരത്തിലും പറയാൻ കഴിയുന്നതല്ല. പിന്നെ അങ്ങ് പറഞ്ഞ ഒരു ഭാഗം, നമ്മുടെ ഒരു സംസ്ഥാനത്തിൻ്റെ ചെലവ് എങ്ങനെയാണ് നിർവഹിക്കുക? ഏത് സംസ്ഥാനമായാലും അവരെ കയ്യിലുള്ള കുറച്ച് പണം, തനത് വരുമാനമുണ്ട്, പിന്നെ കേന്ദ്ര ഗവൺമെൻറ് തരുന്ന സഹായമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ കടമെടുക്കൂ. അത് കടമെടുക്കാൻ അധികാരമുണ്ട് സംസ്ഥാനങ്ങൾക്ക്. ഇപ്പോൾ ഇവിടെ ഒരു പ്രചരണം വലിയ തോതിൽ നടത്താൻ നോക്കുന്നത് കേരളത്തിൻ്റെ കടമെന്തോ ഭയങ്കര ഭീമമായ കടമാണ്, താങ്ങാനാവാത്തതാണ് എന്നൊക്കെയുള്ളൊരു പ്രചരണമാണ് നടത്തുന്നത്. ഇപ്പോൾ CAG റിപ്പോർട്ട് ആണല്ലോ അതിൽ ആധികാരികമായിട്ട് എടുക്കേണ്ടത്. അവർ പറഞ്ഞത് കേരളം കടക്കണിയിലല്ല എന്നാണ്. അങ്ങനെ കടക്കണിയുടെ ഒരു ഭാഗം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വരുന്നില്ല. ഇവിടെ തനി പൊതുകടമായി എടുക്കുന്ന തുകയുടെ 90%-ലധികവും മൂലധന സ്വഭാവമുള്ള ചെലവുകൾക്കാണ് ചെലവഴിക്കുന്നത്, പദ്ധതികൾക്കാണ് ചെലവഴിക്കുന്നത്. അപ്പോൾ അത് ദുർവ്യയമല്ല എന്നർത്ഥം. 90%-ലധികം അത്തരം പദ്ധതികൾക്കാണ്. ഇപ്പോൾ 2022-23 മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 30%-ലധികം പൊതുകടമുള്ള 8 സംസ്ഥാനങ്ങളുണ്ട്. ഇനി വേറൊരു കണക്ക് 25%-ലധികം പൊതുകടം. ഈ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 25%-ലധികം. അങ്ങനെയൊരു 14 സംസ്ഥാനങ്ങളുണ്ട്. ഇതിലൊന്നിലും കേരളമില്ല. ഇതിൻ്റെയൊക്കെ താഴെയാണ് കേരളം. അപ്പോൾ കേരളത്തിൻ്റെത് 24.71% മാത്രമാണ്. അപ്പോൾ നമ്മൾ ഭയങ്കര കടമാണെന്ന് പറയുന്നത് ശരിയല്ല എന്നാണ് കാണേണ്ടത്. ഇപ്പോൾ ധന ഉത്തരവാദിത്വ നിയമമുണ്ട്. ആ നിയമത്തിൻ്റെ പരിധി വിട്ട് കടമെടുക്കാൻ സംസ്ഥാനത്തിന് കഴിയില്ല. ആ പരിധിയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങൾ നിർവഹിക്കുന്നത്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സംസ്ഥാനത്തിൻ്റെ കടപരിധി ഏകപക്ഷീയമായി കേന്ദ്ര ഗവൺമെൻറ് വെട്ടിക്കുറയ്ക്കുന്ന നില സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു അനുഭവം പറഞ്ഞാൽ കേരളത്തിൻ്റെ സഞ്ചിത കടം ഓരോ 5 വർഷത്തിലും ഇരട്ടിയാകുന്നതാണ് പതിവ് സാധാരണ. ഇപ്പോൾ 2016-21 സർക്കാരിൻ്റെ തുടക്കത്തിൽ കടം 1,57,370 കോടി രൂപയായിരുന്നു. 1,57,370 2016 ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോഴുള്ള കടം. അത് 2021 ആയപ്പോൾ 2,96,901 കോടി രൂപയായി. കോവിഡൊക്കെ കഴിയുന്ന കാലം അത് കേട്ടോ. അത് ആ കാലം നമ്മൾ ഓർക്കണം. അപ്പോൾ കടമെടുക്കലല്ലാതെ വേറെ മാർഗവും നമ്മുടെ മുമ്പിലില്ല. 2024-25 ആയപ്പോൾ 4,35,334 കോടി രൂപയായി. ഞാൻ പറഞ്ഞു വന്നത് പതിവനുസരിച്ച് ഇരട്ടിയായെങ്കിൽ കടം 5,93,802 കോടി രൂപയാകുമായിരുന്നു. എന്നാൽ അതായിട്ടില്ല. നമ്മളത് 4,35,334 കോടിയാണ്. ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ കടം താങ്ങാവുന്ന പരിധിക്കുള്ളിലാണ്. ഇതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. പിന്നെ പ്രചരണത്തിൽ പലതും വേണ്ടാതനങ്ങളും പറയുന്നു മാത്രമേ ഉള്ളൂ. കേരളത്തിൻ്റെ കടം, ആഭ്യന്തര ഉൽപ്പാദനം ഇതുമായി തമ്മിലുള്ള അനുപാതം നോക്കിയാൽ 2021 38.47%. അത് വർദ്ധിക്കുകയല്ല ചെയ്ത്. ഈ 5 വർഷം എടുത്താൽ ഇപ്പം നോക്കിയാൽ 33.44%. അപ്പോൾ 4 വർഷം കൊണ്ട് 5% കുറവ് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നല്ല രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സാമ്പത്തിക ഭദ്രതയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ് കാണാൻ നമുക്ക് സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിനോടനുബന്ധിച്ച് മറ്റ് മേഖലകളിലും ഇപ്പോൾ ടൂറിസം ആയാലും മറ്റേ സയൻസ് ആൻഡ് ടെക്നോളജി, ബയോ സയൻസ്, ഗ്രാഫീൻ ഉൽപ്പന്നം പോലെയുള്ള പദ്ധതികൾ, അതുകൂടാതെ IT സെക്ടറിൽ ഒരുപാട് മറ്റേ മൂലധനം പുറമേ രാജ്യങ്ങളിൽ നിന്ന് ആകർഷിക്കാൻ പറ്റുന്നു. അവരുടെ സോഫ്റ്റ്വെയർ എക്സ്പോർട്ട് മുഖാന്തരം തുടർച്ചയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് റവന്യൂ ഏർണിങ്സ് ഉണ്ടാവുന്നുണ്ട്. ഇങ്ങനെ ഉള്ള ചിലതും
ജനങ്ങൾക്ക് അധികം ഇത് പ്രചരണം കിട്ടാത്ത ചില കാര്യങ്ങളാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ കേരളത്തിൻ്റെ, നേരത്തെ പറഞ്ഞ പോലെ കേരളത്തിൻ്റെ യഥാർത്ഥ കരുത്തെന്ന് പറയാവുന്നത് ഇവിടെ നിലനിന്ന് വരുന്ന പല വിഭാഗങ്ങളും തമ്മിലുള്ള വളരെ അടുപ്പമുള്ള ബന്ധങ്ങൾ. ഇതിന് ശിഥിലം പറ്റുന്ന രീതിയിൽ ചില സംഭവ വികാസങ്ങൾ ഇല്ലേ എന്നൊരു സംശയം ഉയരുന്നുണ്ട്. അതിനെപ്പറ്റി താങ്കളുടെ അഭിപ്രായം എന്താണ്? കാരണം ഇപ്പോൾ ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങൾക്ക് അന്തസ്സോടെയും ഭദ്രതയോടെയും ജീവിക്കാൻ പറ്റുന്ന അപൂർവം ചില സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. പക്ഷേ ഈ മതന്യൂനപക്ഷങ്ങൾ തന്നെ ഇത് തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യവും വരുന്നുണ്ട്. ഉദാഹരണത്തിന് അടുത്ത കാലത്തൊരു വലിയൊരു ദുർപ്രചരണം, അത് നമ്മൾ ഇത്തിരി ഒന്ന് നോക്കിയാൽ മനസ്സിലാകും ദുർപ്രചരണമാണെന്ന്. സാറിൻ്റെ ഉത്തരവാദിത്വം ഈ സാറെന്ന് പറയുന്ന ഇത് നടത്തുന്നത് ഇടതുപക്ഷ മുന്നണി അല്ല സർക്കാർ അല്ലെങ്കിൽ ഇടതുപക്ഷമാണെന്നുള്ളൊരു ദുർപ്രചരണം നടക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഈ വെല്ലുവിളികളെ ഇതൊരു പുതിയൊരു ഒരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെ നേരിടുന്നു നിങ്ങൾ? അതിനെപ്പറ്റി എന്താ? ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഒന്നിച്ച് ചോദിച്ചത്. അതിലിപ്പം അവസാനത്തത് ഞാൻ ആദ്യം പറയാം, എന്നിട്ട് പിന്നെ വിജ്ഞാന നോളജ് എക്കോണമിയുടെ കാര്യം പിന്നെ പറയാം. ഇതിൽ കേരളം എല്ലാ കാലത്തും കൃത്യതയാർന്ന നിലപാട് സ്വീകരിച്ചു പോകുന്ന ഒരു സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ മതനിരപേക്ഷതയുടെ ശക്തമായൊരു വിളനിലമായിട്ടാണ് കേരളം നിലകൊള്ളുന്നത്. അത് വെറുതെ ഉണ്ടായതല്ല. കേരളത്തിലെ ഇടതുപക്ഷ സ്വാധീനമാണ് അതിനിടയാക്കിയിട്ടുള്ളത്. വർഗീയ ശക്തികൾക്കെതിരെ ഉറച്ച നിലപാടാണ് എല്ലാ കാലത്തും ഇടതുപക്ഷം സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഘട്ടത്തിൽ ചില്ലറ വോട്ടിനു വേണ്ടി വർഗീയതയെ പ്രീണിപ്പിക്കുന്ന നിലപാട് ഇടതുപക്ഷം സ്വീകരിച്ചിട്ടില്ല. ആ കാരണത്താൽ തന്നെ എല്ലാ വർഗീയ ശക്തികളും ഒരേപോലെ ശക്തമായി ഇടതുപക്ഷത്തെ എതിർക്കാറുമുണ്ട്. ഇപ്പം നമ്മുടെ കേരളത്തിൻ്റെ അനുഭവം എടുത്താൽ ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഒരു വർഗീയ കലാപമോ വർഗീയ സംഘർഷമോ ഇല്ലാത്ത നാടാണ് കേരളം. അത് കൃത്യതയാർന്ന നിലപാടിൻ്റെ ഭാഗമായിട്ടാണ്. എന്നാൽ വർഗീയ ശക്തികളില്ലാത്ത നാടാണ് കേരളം എന്ന് പറയാൻ പറ്റില്ല. ചില വർഗീയ ശക്തികൾ രാജ്യത്തെ അവരുടെ ഏറ്റവും കരുത്തുറ്റ സംഘടന കേരളത്തിലാണ് എന്ന് അഭിമാനിക്കുന്നവരാണ്. പക്ഷെ അവർക്ക് തലവെക്കാനാവുന്നില്ല. അതിന് കാരണം വർഗീയ പ്രശ്നങ്ങൾ വന്നാൽ ഏതെങ്കിലും ഒന്നിൻ്റെ ഭാഗത്ത് നിൽക്കാൻ തയ്യാറല്ല. വർഗീയതയ്ക്കെതിരെ കടുത്ത നിലപാടാണ്, ശക്തമായ നിലപാട്. അപ്പോൾ അതുകൊണ്ട് തലപൊക്കാനാവുന്നില്ല. ഇപ്പം നമ്മുടെ കേരളത്തിൽ ഇവിടെ വരുന്ന ഏതൊരാൾക്കും, ഇവിടെ ജീവിക്കുന്ന ഏതൊരാൾക്കും അവരുടെ ആഗ്രഹമനുസരിച്ച് ജീവിക്കുക. ഏത് വസ്ത്രം ധരിക്കണം, ഏത് ഭക്ഷണം കഴിക്കണം, ഏത് ആരാധനാലയത്തിൽ പോകണം, അതൊക്കെ അവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. ആരും അതിനെ ചോദ്യം ചെയ്യില്ല, ഒരു തടസ്സവും ഉണ്ടാവില്ല. രാജ്യത്തിൻ്റെ പൊതുസ്ഥിതി അതെല്ലാം നമുക്കറിയാം. ഇപ്പോൾ ഒരുപാട് ആശങ്കകൾ ഉയർന്നു വന്ന ഘട്ടം നമ്മുടെ രാജ്യത്താകെ, ന്യൂനപക്ഷങ്ങൾക്ക് വലിയ ആശങ്ക ഉയർന്ന ഘട്ടം, അതിലൊന്നായിരുന്നു നമ്മുടെ ഈ സിറ്റിസൺഷിപ്പിൻ്റെ കാര്യം. അപ്പോൾ പിന്നെ പൗരത്വ നിയമ ഭേദഗതി. ആ പൗരത്വ നിയമ ഭേദഗതിയിൽ ഏറ്റവും വലിയ അപകടകരമായ അവസ്ഥയുണ്ടായത് പൗരത്വത്തിൻ്റെ മാനദണ്ഡമായിട്ട് മതത്തെ കണക്കാക്കുന്ന നില വന്നു. അതിനെ തുടക്കം മുതൽ വിട്ടുവീഴ്ചയില്ലാതെ എതിർത്തത് കേരളമാണ്, കേരള ഗവൺമെൻറ്റാണ്. നിയമപോരാട്ടവും നടത്തി അതിനെതിരായിട്ട്. മാത്രമല്ല വലിയ തോതിലുള്ള പൊതുവായ ഇടപെടലുകൾ നടത്തും കേരളത്തിൽ. എന്നാൽ അതിൻ്റെ തുടർച്ചയായിട്ടാണ് അങ്ങ് പറഞ്ഞ രീതിയിലുള്ള SIRൻ്റെ പ്രശ്നം വന്നത്. SIRൻ്റെ പ്രശ്നം വന്നപ്പോഴും ഈ പറഞ്ഞ വോട്ടവകാശം സംരക്ഷിക്കുക, ആ വോട്ടവകാശം നിഷേധിക്കുന്നതിനെതിരെയുള്ള ശക്തമായ നിലപാടെടുക്കുക, ഇതൊക്കെ കേരളം കൃത്യമായി സ്വീകരിച്ചു പോയിട്ടുണ്ട്. ആ കാര്യത്തിൽ എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്.
നമ്മുടെ കേരളത്തിലുണ്ടായ ഒരു പ്രത്യേകത, ഇത്തരം കാര്യങ്ങൾ കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ വലിയ മതിപ്പ് LDFനെ കുറിച്ച് ഉണ്ടാക്കുന്നതിനിടയായി. നേരത്തെ അങ്ങനെയായിരുന്നില്ല. കുറേ കാലം മുമ്പ്, ഇപ്പോഴല്ല, ചില തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപാണ്. ഇത് തൊട്ട് മുമ്പിലത്തെ 1-2 തെരഞ്ഞെടുപ്പല്ല ഞാൻ പറയുന്നത്, അതിനു മുമ്പ്. ആ ഘട്ടത്തിൽ ന്യൂനപക്ഷത്തെ പലതും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു. ആ തെറ്റിദ്ധരിപ്പിച്ചതിൻ്റെ ഭാഗമായി ഇടതുപക്ഷത്തെ പ്രധാനമായിട്ടും അകറ്റി നിർത്തുന്ന സമീപനം നല്ലൊരു ഭാഗം സ്വീകരിച്ചിരുന്നു. പക്ഷെ അവർക്ക് ഒരുപാട് അനുഭവമുണ്ടായി. ആ അനുഭവത്തിൽ ശരിയായ നിലപാട് സ്വീകരിക്കുന്നത് ഇടതുപക്ഷമാണ്. കൃത്യമായി വർഗീയത എതിർക്കാൻ തയ്യാറാകുന്ന ഇടതുപക്ഷമാണ്. ഒരു ചാഞ്ചാട്ടവും ഇല്ല, ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയില്ല. ജീവൻ കൊടുത്തും പോരാടാൻ തയ്യാറാവുകയാണ്. പലയിടത്തും ജീവൻ കൊടുത്ത് പോരാടുന്ന ദൃശ്യം അവർ കാണുകയാണ്. ഇതൊക്കെ വന്നപ്പോൾ മനോഭാവത്തിൽ മാറ്റം വന്നു. രാജ്യത്ത് സ്വീകരിക്കുന്ന നിലപാടിലും ഇടതുപക്ഷം പൊതുവെ ന്യൂനപക്ഷ സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി മനോഭാവത്തിൽ മാറ്റം വന്നു. നല്ലതുപോലെ LDFനെ ഇവിടെ സ്വീകരിക്കുന്ന നില വന്നു. ഇത് വൻതോതിൽ പ്രയാസം ചിലർക്കുണ്ടാക്കി. ആ പ്രയാസമുണ്ടാക്കിയതിൻ്റെ ഭാഗമായി ഈ ന്യൂനപക്ഷ വിഭാഗത്തിൽ ഇടതുപക്ഷ സ്വാധീനം വരാൻ പാടില്ല എന്ന് കണ്ടുകൊണ്ട് തെറ്റായ പ്രചരണങ്ങൾ അഴിച്ചുവിടാൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ നീക്കങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ പരസ്യമായിട്ടല്ല, രഹസ്യമാണ്. മർമറിങ് ക്യാമ്പയിനാണ്. പലരും വീട്ടിൽ പോയി പറയുകയാണ്. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് വാട്സപ്പ് മെസ്സേജുകൾ അതുപോലുള്ള കാര്യങ്ങളുണ്ടല്ലോ, സന്ദേശങ്ങൾ അയക്കുകയാണ്. അപ്പോൾ വളരെ പാവപ്പെട്ടവരുണ്ട് ഒരുപാട് ആളുകൾ. ആ പാവപ്പെട്ടവർ പലതും തെറ്റിദ്ധരിക്കപ്പെടും. അതിൽ ഒരു ഭാഗം നമ്മുടെ ഇവരെയെല്ലാം ഇവിടുന്ന് പറഞ്ഞേക്കാൻ വേണ്ടി കേരള ഗവൺമെൻറ് ഈ SIR നടപ്പാക്കുകയാണ് എന്ന് പറഞ്ഞതാണ്. ഇതൊരിടത്ത് പറഞ്ഞതല്ല, പലയിടത്തായി പ്രചരിപ്പിച്ചിട്ടുണ്ട്, പല സ്ഥലത്തായി പ്രചരിപ്പിച്ചിട്ടുണ്ട്. ഓർക്കസ്ട്രേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പയിൻ. അതെ അതെ, അത് തയ്യാറാക്കി അതിൻ്റെ ഭാഗമായിട്ട് ആളെ വിട്ടതാണ്, ബോധപൂർവം ചെയ്തതാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ അത് വിശ്വസിച്ച കുറേ ആളുകളുണ്ട്. പിന്നെ LDF പ്രവർത്തകർ ചെന്ന് പറയുമ്പോഴാണ്, പിന്നെ ചെന്നപ്പോൾ ചിലർ തുറന്ന് പറയുമല്ലോ, അപ്പോഴാണ് ഇങ്ങനെയൊരു പ്രചരണം ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കുന്നത്. പിന്നെ ചിലർ തുറന്ന് പറയുന്ന നിലയുണ്ടായി. ഒരു മഞ്ചേരിയിലൊരു സംഭവം ഉണ്ടായി, അതിൻ്റെ ഭാഗമായിട്ടൊക്കെ കാര്യങ്ങൾ പുറത്തു വന്നു. അങ്ങനെയെല്ലാം പുറത്തു വരുന്ന നില വന്നു. അപ്പോൾ എത്രമാത്രം തെറ്റായ രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതാണ് കാണേണ്ടത്. ഇടതുപക്ഷത്തിനെതിരെ ഒരു വിരോധം സൃഷ്ടിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് അത്തരം പ്രചരണങ്ങൾ നടന്നത്. പക്ഷെ അതൊന്നും അങ്ങനെ യേശുന്ന കാര്യമല്ല. കാരണം വീടുകളിൽ ആളുകൾ അറിയുന്ന നില വരുന്നതോടെ ഇതെല്ലാം മാറും. വസ്തുതകൾ അവരുടെ അടുത്ത് എത്തണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ കാര്യത്തിലൊക്കെ LDF പ്രവർത്തകരോട് പറയുന്നത്, വീടുകളിൽ കാര്യങ്ങൾ എത്തിക്കണം, വസ്തുതകൾ എത്തിക്കണം. യഥാർത്ഥ വസ്തുതകൾ അറിഞ്ഞാൽ എന്തെങ്കിലും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മാറ്റുന്നതിന് ഇടയാകും. ആ ശ്രമം എല്ലാവരും നടത്തണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് നല്ല മാറ്റം വരുമെന്ന് തന്നെയാണ് തോന്നുന്നത്. ഇതാണ് അതിൻ്റെ കാര്യങ്ങൾ. മറ്റതിൻ്റെ ഈ കേരളത്തെ ഒരു വിജ്ഞാന അധിഷ്ഠിത വ്യവസ്ഥയാക്കി മാറ്റണം, നോളജ് ഇക്കോണമി, നോളജ് സൊസൈറ്റി. ആ ആശയം എങ്ങനെയാണ് രൂപം കൊണ്ടത്? അതെങ്ങനെ മുന്നോട്ട് പോകും? അത് പുതിയ തലമുറയ്ക്ക് വലിയ ഒരു ആകർഷമുള്ളൊരു പദ്ധതിയായിരിക്കും. ഇപ്പോൾ കേരളത്തിൽ വിദ്യയുടെ കാര്യത്തിൽ നല്ല താല്പര്യം നവോത്ഥാന കാലം മുതൽക്കേ തുടങ്ങിയതാണല്ലോ. നവോത്ഥാന നായകർ തന്നെ നല്ല ശ്രമമാണല്ലോ അതിനുവേണ്ടി നടത്തിയത്. പിന്നെ ഇനി വിദ്യാലയങ്ങളാണ് വേണ്ടത് എന്ന് ശ്രീനാരായണ ഗുരു തന്നെ പറയുന്ന നിലയുണ്ടായല്ലോ. പിന്നെ പഠിത്തം നിഷേധിച്ച പഞ്ചമിയെയും കൂട്ടി അയ്യങ്കാളി ഊരൂട്ടമ്പലം സ്കൂളിൽ പോയപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾ അറിയാമല്ലോ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ നവോത്ഥാന കാലത്ത് നടന്നു കാണല്ലോ. വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യം കൊടുക്കുന്ന നിലയാണ് പൊതുവെ ഉണ്ടായത്. അതിനുശേഷം 1956 സംസ്ഥാനം രൂപം കൊള്ളുന്നത്. 57 EMSൻ്റെ ഗവൺമെൻറ്, ആദ്യത്തെ ഗവൺമെൻറ് കേരളത്തിൽ രൂപം കൊണ്ടപ്പോൾ അതിലൊരു ഭാഗം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തിൻ്റെ പ്രാധാന്യം തിരിച്ചറിഞ്ഞുള്ളതായിരുന്നു. സാർവത്രിക സ്കൂളുകൾ വരികയായിരുന്നു, നടന്നെത്താവുന്ന ദൂരത്ത് സ്കൂളുകൾ വരുന്നു. പിന്നെ സ്കൂൾ വിദ്യാഭ്യാസം സൗജന്യമാക്കുന്നു. അങ്ങനെയെല്ലാമുള്ള നടപടികൾ നല്ല രീതിയിൽ ഏത് പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടിക്കും
പഠിച്ചുയരാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായി. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പം ഞങ്ങൾ യാദൃശ്ചികമായിട്ട് പറയട്ടെ, ഡിഗ്രി കോഴ്സ് അത് സൗജന്യമാക്കി ഇപ്പോൾ കേരളത്തിലെ LDF ഗവൺമെൻറ് ഈ കഴിഞ്ഞ ബജറ്റിൽ. അപ്പോൾ കേരളത്തിൽ പൊതുവേ നമ്മൾ സ്വീകരിക്കുന്ന ഒരു നില അതാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ രാജ്യത്തെ പൊതുവായ അന്തരീക്ഷത്തിൽ കേരളം വേറിട്ട് നിൽക്കുമ്പോൾ ഒരു വിജ്ഞാനാധിഷ്ഠിത സമൂഹമാക്കി മാറ്റാൻ, ഒരു നോളേജ് എക്കോണമിയിലേക്ക് പോകാൻ പറ്റുന്ന ഒരു നാടാണ് കേരളം എന്നതാണ് നാം കണ്ടത്. അതിൻ്റെ ഭാഗമായിട്ട് സെക്കൻഡറി തലം വരെ നല്ല തോതിൽ വികസിപ്പിച്ചു. കോളേജ് തലത്തിൽ നല്ല വികസനം ഇപ്പോൾ വന്നു. 6000 കോടി രൂപയാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ചെലവഴിച്ചിട്ടുള്ളത്. നല്ല മാറ്റങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വരികയാണ്. അതിൻ്റെ ഭാഗമായി നല്ല അന്താരാഷ്ട്ര നിലവാരമുള്ള ഹോസ്റ്റലുകൾ തന്നെ വരുന്നുണ്ട്. വിദേശത്തു നിന്ന് കുട്ടികൾ വന്നാൽ താമസിക്കുന്നതിന് വേണ്ടി എല്ലാ സൗകര്യങ്ങളും, ലാബ്, ലൈബ്രറി എല്ലാം നല്ല രീതിയിൽ ഒരുക്കുകയാണ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതിനനുസരിച്ച് നല്ല മാറ്റം നേടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം കൂട്ടത്തിലാണ് ആധുനികമായിട്ടുള്ള കാര്യങ്ങൾ വേണമെന്ന് കണക്കാക്കിയത്. അതിൻ്റെ ഭാഗമായി നമ്മളിപ്പോൾ ഇന്ത്യ ഇന്നൊവേഷൻ സെൻറ്റർ ഫോർ ഗ്രാഫിൻ, അത് രാജ്യത്തെ ആദ്യത്തത് കേരളത്തിലാണ്. അതോടൊപ്പം തന്നെ മൈക്രോബയോ അതും കേരളത്തിൽ നമ്മൾ സ്ഥാപിക്കുകയാണ്. ഇപ്പോൾ ന്യൂട്രാസ്യൂട്ടിക്കൽസ് ഇന്നത്തെ കാലത്ത് വളരെ പ്രധാനമാണല്ലോ. ന്യൂട്രാസ്യൂട്ടിക്കൽസും നമ്മൾ സ്ഥാപിക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ ന്യൂറോ ഡീജനറേഷൻ ആൻഡ് ബ്രെയിൻ ഹെൽത്ത്, ആ രംഗത്തേക്കും നമ്മൾ കടക്കുകയാണ്. പിന്നെ നാനോ സയൻസ് ആൻഡ് നാനോ ടെക്നോളജി, അതിലേക്കും നമ്മൾ കടക്കുകയാണ്. സസ്റ്റൈനബിലിറ്റി എൻജിനീയറിംഗ് ആൻഡ് കാർബൺ ന്യൂട്രാലിറ്റി, നല്ല രീതിയിൽ ഇത്തരം സ്ഥാപനങ്ങൾ നമ്മുടെ കേരളത്തിൽ വരുവാൻ പോവുകയാണ്. എമർജിങ് മെറ്റീരിയൽസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, അതേപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, റോബോട്ടിക്സ്. ഇപ്പം ഇങ്ങനെ നോക്കിയാൽ 13 മികവിൻ്റെ കേന്ദ്രങ്ങൾ കേരളത്തിൽ വരാൻ പോവുകയാണ്. 10 സർവകലാശാലകളിൽ ഗവേഷണങ്ങളെ ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ സഹായിക്കുന്ന ട്രാൻസ്ലേഷണൽ റിസർച്ച് സെൻ്ററുകൾ 10 സർവകലാശാലകൾ അതും വരാൻ പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ലക്ഷ്യം ഒന്ന് മാത്രമാണ്, നമ്മുടെ യുവതലമുറക്ക് മികച്ച വിദ്യാഭ്യാസം നൽകുക, നൈപുണ്യവും അതോടൊപ്പം നൽകുക, അങ്ങനെയുള്ള അവസരങ്ങൾ നല്ലതുപോലെ ഒരുക്കുക. അതിനാണ് നമ്മളിപ്പോൾ തയ്യാറാകുന്നത്. അപ്പോൾ വിജ്ഞാനാധിഷ്ഠിത തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാനാവണം. അതിന് ഗവേഷണത്തിൻ്റെയും വികസനത്തിൻ്റെയും പ്രധാന കേന്ദ്രങ്ങളാക്കി നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മാറ്റുക. അപ്പോൾ അങ്ങനെ കേരളത്തെ ഒരു വിജ്ഞാന സമ്പദ് വ്യവസ്ഥയിലേക്ക് നയിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മുടെ യുവജനങ്ങൾക്ക് ഇവിടെ തന്നെ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് സഹായിക്കുന്ന ഒന്നായിരിക്കും. അത് പൊതുവെ യുവജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ചിട്ടുള്ള സെൻറ്റർ ഓഫ് എക്സലൻസുകൾ ഇവിടെ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാണുന്നത്. അത് തീർച്ചയായിട്ടും ഒരു പാരഡൈം ഷിഫ്റ്റ് തന്നെയായിരിക്കുമെന്ന് വേണമെങ്കിൽ കരുതാവുന്നതാണ്. വലിയ മാറ്റമായിരിക്കും. ഇപ്പോൾ ഏതായാലും ഇത്രയും വലിയ നേട്ടങ്ങളെ പറ്റിയും നേടിയ എന്താ പറയുക വെല്ലുവിളികളെ പറ്റിയൊക്കെ താങ്കൾ വിശദീകരിച്ചു. ഇപ്പോൾ വീണ്ടും ഒരു അസംബ്ലി തിരഞ്ഞെടുപ്പിലേക്ക് വക്കിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഭരണ തുടർച്ച ഒരു ചർച്ചാ വിഷയമായിട്ടുണ്ട് കേരളത്തിൽ. അപ്പോൾ ഒരു വാദം പ്രതിപക്ഷം അല്ലെങ്കിൽ ഓപ്പോസിഷൻ്റെ ഒരു വാദം ഈ ഭരണ തുടർച്ച എന്ന് പറയുന്നത് പവറിൽ കടിച്ചു തൂങ്ങാനുള്ള ഒരു സ്ലോഗൻ മാത്രമാണ് എന്നുള്ളതുണ്ട്. പക്ഷെ ഭരണ തുടർച്ച എന്നതിൻ്റെ പ്രസക്തി താങ്കളുടെ അഭിപ്രായത്തിൽ എന്താണ് ശരിക്കും? ഭരണ തുടർച്ചയുടെ ഭാഗമായിട്ട് കേരളത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞ മാറ്റങ്ങൾ ചെറുതുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിദ്യാഭ്യാസ രംഗത്ത് വന്ന മാറ്റം. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖല 2016 മുൻപുള്ള അവസ്ഥയെടുത്താൽ, ഒരു രാജ്യത്തെ സ്ഥാപനങ്ങൾ ഒരു 100 എണ്ണത്തെ എടുത്താൽ അതിനകത്ത് കേരളത്തിലുള്ള ഒരു സ്ഥാപനത്തെയും കാണാൻ കഴിയില്ല. എന്നാൽ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം മോശമാണോ എന്ന് ചോദിച്ചാൽ മോശമല്ല, പക്ഷേ ഉയർന്ന നിലവാരത്തിലില്ല. ഇതായിരുന്നു കേരളത്തിൻ്റെ അവസ്ഥ.
ഞങ്ങൾ ആ രംഗത്ത് ബോധപൂർവമായി തന്നെ നടപടികളെടുത്തു. ഒരു ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വന്നു. അതിൻ്റെ ഭാഗമായുള്ള നടപടികളിലേക്ക് കടന്നു. വലിയ മാറ്റങ്ങളാണ് ഇതിൻ്റെ ഭാഗമായി സംഭവിച്ചത്. രാജ്യത്തെ ഇന്ന് ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വിദ്യാഭ്യാസ രംഗമായി ഉന്നത വിദ്യാഭ്യാസ രംഗം മാറിയിട്ടുണ്ട്. അതിന് ഒന്ന് കോളേജുകളുടെ യൂണിവേഴ്സിറ്റികളുടെയൊക്കെ ശേഷി വർദ്ധിക്കേണ്ടതുണ്ട്. അതിനാവശ്യമായ നടപടി സംസ്ഥാന സർക്കാർ തന്നെ ഇടപെട്ട് ചെയ്യുകയാണ്. അതോടൊപ്പം നല്ല രീതിയിലുള്ള പിന്തുണ സംസ്ഥാന സർക്കാർ നൽകുന്നുമുണ്ട് ഈ രംഗത്ത്. ഇപ്പോൾ സർവകലാശാലകളിൽ, എഞ്ചിനീയറിംഗ് കോളേജുകളിലൊക്കെ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ, 13 മികവിൻ്റെ കേന്ദ്രങ്ങളാണ് വരാൻ പോകുന്നത്. ഇതൊക്കെ നടപ്പിലാക്കണമെങ്കിൽ ഒരു ഭരണം അത്യാവശ്യമാണ്. തീർച്ചയായും. അതായത് അല്ലെങ്കിൽ ഈ മാറ്റം വന്നത് ഈ 2021 തുടർഭരണം കൊണ്ടാണ്. അതിൻ്റെ ഭാഗമായിട്ട് രാജ്യത്തെ യൂണിവേഴ്സിറ്റികൾ, ആ യൂണിവേഴ്സിറ്റികളിൽ നമ്മുടെ യൂണിവേഴ്സിറ്റികൾ പിന്നെ ആദ്യ ഘട്ടത്തിൽ പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. കോളേജുകൾ ആദ്യത്തെ 100 എണ്ണം എടുത്താൽ 18 എണ്ണം ഇപ്പം കേരളത്തിലാണ്. അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ നമ്മുടെ കേരളത്തിൽ വന്നിരിക്കുകയാണ്. ഇതോടൊപ്പം ഇപ്പോൾ വ്യവസായ രംഗത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. എന്തിനധികം പറയുന്നു, നമ്മുടെ വിഴിഞ്ഞം തുറമുഖം ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു തുറമുഖമൊന്നുമല്ലല്ലോ പറയുന്നത്, രാജ്യത്തിൻ്റെ തുറമുഖമല്ല, ലോകത്തെ തന്നെ അപൂർവ തുറമുഖങ്ങളിലൊന്നല്ലേ അത്. ആ തുറമുഖം നടപ്പാക്കാൻ പുറപ്പെട്ടപ്പോൾ അതിന് എതിർപ്പുണ്ടായല്ലോ, വലിയ തോതിൽ അതിനെ തകർക്കാനുള്ള ശ്രമങ്ങളുണ്ടായല്ലോ. പക്ഷേ നമുക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞല്ലോ. ഇപ്പോൾ വൻതോതിൽ 17 വർഷത്തെ സമയം ലാഭിക്കുകയാണ് അതിൻ്റെ എല്ലാ അവസാന ഘട്ടം പൂർത്തിയാക്കാൻ. അതിനു വേണ്ടിയുള്ള പിന്നെ ധാരണയിൽ അദാനിയുമായിട്ട് ധാരണയിലെത്തിക്കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഭാഗമായി വന്നതാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2021 LDFനെ ജനങ്ങൾ വീണ്ടും തിരഞ്ഞെടുക്കുന്നതിനിടയായത് ജനങ്ങളുടെ ബോധ്യമാണ്. അന്ന് LDF അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി അഴിച്ചുവിട്ട പ്രചരണങ്ങൾ കയ്യും കണക്കും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, നല്ല സഹായം കേന്ദ്ര ഏജൻസികളുടെ ഭാഗത്തു നിന്നും കിട്ടിയിരുന്നു ഇവിടെ LDFനെ വേട്ടയാടാൻ വേണ്ടി. ഇതെല്ലാം വന്നപ്പോൾ കേരളത്തിലെ ഒരുപറ്റം മാധ്യമങ്ങൾ അവർക്ക് നല്ല ശേഷിയുള്ളതുകൊണ്ട് വലിയ തോതിലുള്ള പ്രചരണമാണ് അഴിച്ചുവിട്ടത്. അങ്ങനെ LDF പൂർണ്ണമായി തകരാൻ പോകുന്നു എന്നുള്ള ചിത്രമായിരുന്നു. ഒരുപാട് കള്ളക്കഥകൾ കേട്ടിട്ടില്ലേ, ബിരിയാണി ചെമ്പറ്റിയൊക്കെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളായിരുന്നു പ്രചരിപ്പിച്ചത്. പക്ഷെ ജനങ്ങൾ അവരുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വോട്ട് രേഖപ്പെടുത്തുന്നത്. ഇതാണ് എൻ്റെ ഒരു ബോധ്യം. ഞങ്ങൾ എപ്പോഴും ജനങ്ങളുടെ കൂടിയാണ് നിന്നിട്ടുള്ളത്. ജനങ്ങൾക്ക് ഞങ്ങളെ അറിയാമെന്നുള്ളതാണ് ഞങ്ങളുടെ ബോധ്യം. അപ്പോൾ അത് വെച്ചാൽ നല്ല രീതിയിൽ തന്നെ ജനങ്ങളുടെ പ്രതികരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ജനങ്ങളാണ് അന്തിമ വിധികർത്താക്കൾ. ഇതിൻ്റെ തുടർച്ചയായി തന്നെ എൻ്റെ അവസാനത്തെ ചോദ്യം, തുടർച്ച ഭരണം വേണ്ട എന്നതിലപ്പുറം പ്രതിപക്ഷത്തിൻ്റെ നിലപാട് അല്ലെങ്കിൽ വാശി അല്ലെങ്കിൽ വാദം ഇടതുപക്ഷം തോൽക്കണമെന്നുള്ളതാണ്. ഞാനത് മറിച്ചിട്ട് ചോദിക്കട്ടെ, ഇടതുപക്ഷം എന്തിനു വിജയിക്കണം? അത് നല്ലൊരു ചോദ്യമാണ്. അതിന് ഉത്തരം കേരളത്തിലെ ജനങ്ങൾ തന്നെ പറയേണ്ടതാണ്. ഇപ്പോൾ കേരളം നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ രാജ്യത്ത് അഴിമതി ഏറ്റവും കുറഞ്ഞൊരു നാടാണ്. അഴിമതി ഏറ്റവും കുറഞ്ഞത് എന്നതിൽ അംഗീകരിക്കുന്നവരല്ല ഞങ്ങൾ അഴിമതി പൂർണ്ണമായിട്ട് ഇല്ലാതാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ അഴിമതി ഏറ്റവും കുറഞ്ഞ നാടായി മാറാൻ എന്താ കാരണം? ഒരു സംശയമില്ല, LDF അധികാരത്തിലുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ്. അതിന് LDFൻ്റെ സംസ്കാരമുണ്ട്. മറ്റേ സംസ്കാരം എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാനതിലേക്ക് കടക്കുന്നില്ല എന്ന് മാത്രം. ഞങ്ങളെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് അഴിമതി ഏറ്റവും കുറച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 10 വർഷമായിട്ട് കേരളത്തിൽ വർഗീയ സംഘർഷങ്ങളില്ല, ക്രമസമാധാനം ഏറ്റവും ഭദ്രം. ഇതുപോലൊരു നാട് എവിടെയുണ്ട്? ഇങ്ങനെയൊരു സംസ്ഥാനം എവിടെയുണ്ട്? ഇത് LDF ആയതുകൊണ്ടല്ലേ. LDF അല്ലെങ്കിൽ ഈ അവസ്ഥ ഉണ്ടാവുമോ? LDF അല്ലെങ്കിൽ വർഗീയതയ്ക്കെതിരെ കുറച്ച് നിലപാടെടുക്കാൻ പറ്റുമോ? നമ്മുടെ നാട്ടിൻ്റെ സ്ത്രീ സുരക്ഷ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നിൽക്കുകയല്ലേ. പട്ടികജാതി പട്ടികവർഗത്തിനോടുള്ള നമ്മുടെ മനോഭാവം,
സാധാരണഗതിയിൽ ജനസംഖ്യാനുപാതികമായിട്ടാണ് ഫണ്ട് അനുവദിക്കാറ്. കേരളത്തിൽ ജനസംഖ്യാനുപാതികമല്ല, അതിനേക്കാളും കൂടുതലാണ് അനുവദിക്കുന്ന ഫണ്ട്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ പാവപ്പെട്ട ഗതിയില്ലാത്ത ഒരു വീട് സ്വപ്നം കണ്ട് കഴിയുന്ന ആളുകൾക്ക് വീടൊരുക്കുന്നതിനാണ് ലൈഫ് മിഷൻ ആരംഭിച്ചത്. 5 ലക്ഷത്തിൽ പരം വീടുകളാണ് ഇപ്പോൾ നിർമ്മിച്ചു കഴിഞ്ഞത്. ഇത് LDF അല്ലെങ്കിൽ നടക്കുമോ? UDF 2021 പ്രഖ്യാപിച്ചിരുന്നത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് നിർത്തിവെക്കുന്നതാണ്, ലൈഫ് റദ്ദ് ചെയ്യുന്നതാണ്. അത് സാധിച്ചില്ലേ? നമ്മുടെ കേരളത്തിൽ 4 ലക്ഷത്തിലധികം പട്ടയം ആഗ്രഹിച്ച് കഴിയുന്ന ജനങ്ങളാണ് കേരളത്തിലുള്ളത്. അവർക്ക് നൽകാനായത് അത് കേരളത്തിൽ LDF ആയതുകൊണ്ടല്ലേ. നമ്മുടെ ഇന്നത്തെ ആരോഗ്യരംഗം ഇപ്പോൾ നവജാത ശിശുക്കളുടെ മരണനിരക്ക് നോക്കിയാൽ അമേരിക്കയുടേത് 5.6, കേരളത്തിൻ്റെത് 5. ഇത് LDFൻ്റെ വിവിധ ഇടപെടലുകളിലൂടെ ആരോഗ്യരംഗത്ത് വന്ന മാറ്റത്തിൻ്റെ ഭാഗമായല്ലേ. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് വന്ന മാറ്റം, നമ്മുടെ കാർഷിക രംഗത്ത് വന്ന അഭിവൃദ്ധി, ഇതിൻ്റെ ഭാഗമായിട്ടല്ലേ. ഇപ്പം ഞാൻ നമ്മുടെ സംസാരത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ കേരളത്തിൻ്റെ മാലിന്യ സംസ്കരണത്തിൽ ഇന്ന് നല്ല വൃത്തിയും വെടിപ്പും ശുചിയും നിലനിൽക്കുന്നത് LDF ആയതുകൊണ്ടല്ലേ. അപ്പോൾ നാടിൻ്റെ പൊതുവായ രീതിക്ക് LDF ആയാൽ മാത്രമല്ലേ ഗുണമുള്ളൂ. ഞങ്ങൾ കണ്ടത് നമ്മുടെ നാടിൻ്റെ വികസനം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പ്രദേശത്തിൻ്റെ വികസനമല്ല, ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ വികസനമല്ല, സർവ്വതല സ്പർശിയും സാമൂഹ്യനീതി അധിഷ്ഠിതവുമായ വികസനമാണ്. ഇതാണ് ലക്ഷ്യമിട്ടത്. അതാണല്ലോ നടന്നു വരുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളുണ്ട്? കേരളത്തിൽ മാത്രമല്ലേ നമുക്ക് അതിദാരിദ്ര്യമുക്തമാകാൻ കഴിഞ്ഞത്. ഈ കേരളം അതിദാരിദ്ര്യമുക്തമാണ് എന്ന് അറിഞ്ഞതിന് ശേഷമെങ്കിലും ഏതെങ്കിലും സംസ്ഥാനത്തിന് അത്തരമൊരു പരിപാടി പ്രഖ്യാപിക്കാൻ കഴിഞ്ഞോ? അതൊക്കെയാണ് LDFൻ്റെ പ്രത്യേകത. അപ്പോൾ LDF അധികാരത്തിൽ എന്തുകൊണ്ട് വരണം എന്ന് ചോദിച്ചാൽ ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. ഈ കേരളത്തിലെ നാട്ടിലെ ജനങ്ങളിൽ മഹാഭൂരിഭാഗം ആളുകളുടെ കാര്യം അത് അർപ്പണബോധത്തോടെ നോക്കുന്നതിന് കഴിയുന്ന ഏക മുന്നണി LDF ആണ് എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ അവർ ഞങ്ങളെ കൈയൊഴിയില്ല എന്നതാണ് ഞങ്ങളുടെ പൂർണ്ണമായ ധാരണ. ഈ ഇച്ഛാശക്തിയിൽ ഒരു കുറവുമില്ല. പറഞ്ഞത് ചെയ്ത് കാണിച്ചു, ഇനിയും ചെയ്ത് കാണിക്കും എന്നുള്ള നിലപാടാണ്. തിരഞ്ഞെടുപ്പിൽ ഇതെങ്ങനെ വരുമെന്ന് നമുക്ക് കാണാം. മുഖ്യമന്ത്രി വളരെയേറെ നന്ദി. താങ്ക് യു.